കോമഡിക്ക് കോടികളുടെ തങ്കത്തിളക്കം, സാധാരണക്കാരായ കലാകാരന്മാരുടെ അസാധാരണ നേട്ടം. ഇത് ഐറ്റം വേറെയുടെ ഇതുവരെയുള്ള എപ്പിസോഡുകളിലെ ചിരി പഞ്ചുകളിലൂടെ കോമഡി താരങ്ങൾ സ്വന്തമാക്കിയത് 7 കോടി രൂപ. ഐറ്റം വേറേക്ക് ഇത് ആത്മനിർവൃതിയുടെ നിമിഷം. മതി മറന്ന് ചിരിക്കാനായിട്ട് നിങ്ങൾ എല്ലാരും റെഡി ആയിക്കോ. കാരണം അടുത്തതായിട്ട് ഇങ്ങോട്ട് വരുന്നത് ആരാന്നറിയാവോ? ആരാ? ശ്യാം കടക്കാവൂർ, മനു കുമാരി ആൻഡ് സെൽവരാജ്. എടാ, ഇന്നലെ ബിവറേജിൽ പോകാൻ വേണ്ടി പറഞ്ഞു വിട്ടു. പില്ലർ നമ്പർ 403 അവിടെ മുറുക്കാൻ കട. അല്ലല്ല, അതാകാനുള്ള വഴി. എന്താണോ താൻ ഉദ്ദേശിക്കുന്ന ആള് ഞാനേ അല്ല. പ്രിയദർശനാളിയോ? എനിക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ലെന്ന് കരുതിയല്ലേ അളിയനെന്താണ് ഈ കോലത്തിലൂടെ ഒതുക്കുന്നത്? അല്ല ഞാനേ അളിയ ഒരു കാര്യം ഞാൻ പറയുവാണ്, എന്റെ പെങ്ങളെ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നത് ഇതുപോലെ പെൺവേഷം കെട്ടി ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കാനല്ല. എനിക്ക് വിഷമമുണ്ടെന്ന്. എന്താ വിഷമം? എടാ, എന്റെ ഭാര്യ, നിന്റെ പെങ്ങള്, അവക്ക് പ്രിയദർശിനി ബസ്സിൽ സൗജന്യ യാത്ര. എന്റെ അമ്മയ്ക്ക് പ്രിയദർശിനി ബസ്സിൽ സൗജന്യ യാത്ര. എന്റെ ഭാര്യയ്ക്ക് എല്ലാവർക്കും പ്രിയദർശിനി സൗജന്യ യാത്ര. പക്ഷേ പ്രിയദർശൻ എന്ന പേരുള്ള എനിക്ക് പ്രിയദർശിനി ബസ്സിൽ എന്തിന് സൗജന്യ യാത്ര തരാത്ത കാര്യം? ഇതെന്തൊരു കഷ്ടമാണെന്ന് പറയാം. ഗവൺമെന്റിന്റെ പുതിയൊരു ഇതല്ലേ പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് യാത്ര കൊടുക്കുന്നത്? ആ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, നിനക്കും ഫ്രീ ആയിട്ടാണ് നീ യാത്ര ചെയ്യുന്നത്. ചേട്ടാ, ഞാൻ ഫാസ്റ്റിലെ ഡ്രൈവർ. ഞാനുണ്ടെങ്കിലേ വണ്ടി ഓടത്തുള്ളൂ, അല്ലാതെ ചുമ്മാ ടയർ ഉരുട്ടി അങ്ങോട്ട് വിടാനായിട്ട് പറ്റുമോ? അല്ല, ഇതെന്റെ പ്രതിഷേധമാണ്. പ്രതിഷേധം എന്താണ്? പ്രതിഷേധം. ഇത് പ്രതിഷേധമൊന്നുമല്ല, പിന്നെ പണ്ടങ്ങാണ്ട് മനസ്സിൽ കിടന്ന ആഗ്രഹം അങ്ങ് ഉരുട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് മേക്കപ്പ് ഇട്ട് നിൽക്കുന്നതാണ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് അളിയ. അളിയ, ഇതൊന്നും കണ്ടിട്ടല്ല ഞാൻ എന്റെ മകളെ നിനക്ക് കെട്ടിച്ചത്. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാർക്ക് കെട്ടിച്ചു കൊടുക്കണ്ടായിരുന്നു. അപ്പൊ നിനക്കറിയാം വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാർ നിന്റെ പെങ്ങളെ കെട്ടൂലെന്ന്. എന്റെ അളിയ, അതാണ് ഞാൻ ഈ പറഞ്ഞത്. കളിയാക്കാൻ നിൽക്കണ്ട. ഞാൻ എത്ര രൂപ ചെലവാക്കിയെന്ന് അറിയാമോ? 2500 ചെലവാക്കി മേക്കപ്പ് ഇട്ടാണ് ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത്. അറിയാം എത്ര രൂപയായിരുന്നു ബസൂലി? ഓൺ സൈഡ് 30 രൂപ. 30 60 ഗുണവാക്ക് വേണ്ടിയിട്ടാണ് 2500 രൂപ കൊടുത്ത് മേക്കപ്പ് ഇട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങളുടെ തലയ്ക്ക് ഓളമാണ്. ഞാൻ ബസ്സിൽ കയറി പോകും. എന്താ ബസ്സിൽ കയറി? വേഷം ഇട്ട് എന്നെ ബസ്സിൽ പോകും. ഇതെന്തോ ഇതിനകത്ത്? ഇത് തലയാണ് എന്നെ ബസ്സിനകത്ത് കിടക്കാൻ പോണം. ഈ ബസ്സിൽ ഫ്രീ എന്ന് പറഞ്ഞോണ്ടേ ഭയങ്കര തിരക്ക്. അപ്പൊ തിരക്കാകുമ്പോ ഞാൻ ഇത് വയറ്റി വെച്ച് കെട്ടിയിട്ട് ഗർഭിണി എന്ന് പറഞ്ഞ് കയറി സീറ്റ് ഒന്നാമത് എനിക്ക് വലിവിന്റെ അസുഖമുള്ളതാണ്. ഞാൻ നേരെ ഇപ്പൊ മെഡിക്കൽ സ്റ്റോർ വരെ പോകും. മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നും മേടിച്ച് തിരിച്ചു വരാൻ നേരത്ത് അളിയൻ ഈ വേഷം മൊത്തം അടിച്ചു വെച്ചേക്കണം, വീട്ടിലോട്ട് വന്നോണം. ഞാന് നിങ്ങളുടെ അമ്മായപ്പനോട്ടല്ല എന്റെ അച്ഛൻ, ഞാൻ വിളിച്ച് പറയും. ഞാൻ മര്യാദക്കായിട്ട് കൂടെ വന്നോണം. പിന്നെ മര്യാദക്ക് ഒരുങ്ങിന്നോണം. കണ്ടപ്പോ അളിയന് മനസ്സിലായി. അപ്പൊ ഇനി ആരെങ്കിലും കണ്ട് തന്നെ മനസ്സിലാക്കില്ല, ഒരു കുണുക്കം കൂടെ ഇട്ട് കൊടുക്കാം. ഒരു കുണിയൊക്കെ നിന്ന് അങ്ങനെ എന്നെ കണ്ടുപിടിക്കണം. ഞാൻ ബസ്സിൽ കയറി പോകും. ഞാൻ ഇങ്ങനെ ബസ്സിൽ കയറി. പീറ്ററേ, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പാർട്ടി ഫണ്ട് അനുവദിച്ച് കിട്ടണ്ടേ റോഡ് വികസനത്തിന്? അതേന്ന് ഇത് നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. പാർട്ടി ഫണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയാലേ പീറ്റർ നടക്കൂ. എന്തോന്ന് എന്റെ കയ്യിൽ നിന്ന് എടുക്കാനോ? എന്റെ പീറ്റർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് ഈ കതറിൽ ഞാൻ മുക്കിയാന്. ഓക്കെ, മസ്കറ്റ് ഹോട്ടലിൽ നമുക്ക് സംസാരിക്കാം ഇതിനെ കുറിച്ച്. മസ്കറ്റ് ഹോട്ടലിൽ മതി. മസ്കറ്റ് ഹോട്ടലിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ സംസാരിക്കാം. ഞാൻ സംസാരിക്കാം. പിന്നെ ആര് സംസാരിക്കാനാണ്? പീറ്ററെ, മസ്കറ്റ് ഹോട്ടൽ ഒരു ചേഞ്ച് ഉണ്ടേ. അട്ടക്കുളങ്ങര ഇന്ദിരാ ലോഡ്ജ്. ഓക്കേണാ? അവിടെ മതി. മീറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്യാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാനൊരു പ്രകടനത്തിന് നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആരാ? മനസ്സിലായില്ല. ഞാനാ ഇപ്പൊ പെട്ടിയെടുത്ത് തന്നേ. അതല്ല, ഇവിടെ എങ്ങും കണ്ടിട്ടില്ല, ഈ ഭാഗത്തൊന്നും കണ്ടില്ല. അല്ലായിരുന്നു. അല്ല, എവിടെ താമസം? പൈപ്പിൻ ലൈനിലായിരുന്നു താമസം. അപ്പൊ എങ്ങനെയാണ് ഈ നല്ല സ്പീഡിന് വെള്ളം വരുമ്പോ എല്ലാരും കൂടി ഇങ്ങനെ നിന്ന് കൊടുക്കും? അതല്ല, പിന്നെ ആ പൈപ്പിന്റെ അല്ല, പിന്നെ മറ്റേ അവിടെ പൈപ്പിൻ ലൈൻ നമ്മുടെ സ്ഥലമില്ലേ?
പൈപ്പ് ലൈൻ. പൈപ്പ് ലൈൻ അവിടെ എന്താ പാലാരിവട്ടം പാലാരിവട്ടം. അപ്പൊ അവിടെ എവിടെ? അവിടെ ഈ 11 KB ലൈനില്ലേ, ആ. അതിന്റെ അടിയിലാണ് താമസം. മൊത്തം ലൈനാണല്ലേ? അങ്ങനെയൊക്കെ അങ്ങനെ. ഞാന് രാഷ്ട്രീയമാണ് കേട്ടോ. ഒരു രാഷ്ട്രീയക്കാരനാണോ? അതെ. അയ്യോ, രാഷ്ട്രീയക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോദിക്കുന്നുണ്ട് എന്ന് തോന്നരുത് കേട്ടോ, ഞാൻ അങ്ങനെ ഉള്ള ആളല്ല. പറഞ്ഞോളൂ. അത് ഈ രാഷ്ട്രീയക്കാർ പൊതുസമ്മേളനത്തിനെ നിങ്ങള് ചെന്ന് ഇരുന്നിട്ട് തോളോട് തോൾ തിരിഞ്ഞ് രഹസ്യം പറഞ്ഞ എന്തിനാ? അല്ല, ആ രഹസ്യം എന്ന് പറഞ്ഞാൽ അത് പരസ്യമാക്കാൻ പറ്റൂല. അതെന്താ? പിന്നെ അവിടെ ഇരിക്കാൻ കസേര പോലും കിട്ടൂല. അയ്യോ, അങ്ങനെയാണ്. അങ്ങനെ ഉണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ അതല്ലേ നമ്മളത് വ്യക്തമാക്കാത്തത്. എവിടെ പോകുന്നു? അല്ല, ഞാന് അങ്ങനെയല്ല. ഞാന് ഈ തേക്കടിക്ക് ഇപ്പൊ ബസ് ഉണ്ടോ ഇവിടെ? തേക്കടി തേക്കടിക്ക് ബസ് ഉണ്ടോ? തേക്കടിക്ക് ഇപ്പൊ ബസ് വരുമെങ്കിൽ ഞാൻ തടയും. തേക്കടി ഈ ഭാഗത്ത് വന്നാ തടയും. തേക്കടിക്ക് ബസ് ഇപ്പൊ വരേണ്ട കാര്യം എന്തോന്നു? അല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല ഇപ്പൊ തേക്കടിക്ക് ബസ് വരേണ്ട കാര്യം. പിന്നെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ? അല്ല, അങ്ങനെ പോണു. നമ്മുടെ എങ്ങനെ പോണു. രാഷ്ട്രീയത്തിലാണെന്ന് പറഞ്ഞില്ല. രാഷ്ട്രീയത്തിലാണ്. അതെ, രാഷ്ട്രീയത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക? പിന്നെ ഇവിടെ സ്ത്രീകൾക്ക് എതിരെ എന്തെങ്കിലും ആക്രമണമോ പ്രശ്നങ്ങളോ നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഈ വളഞ്ഞ വഴിയിൽ സതീശൻ അറിയും. അതെ, അങ്ങനെ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ പറ്റൂ? ഓരോരുത്തന്മാര് കഞ്ചാവ് മരിച്ചോണ്ട് അതും പറയുക, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും. അതല്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോഴും വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാവില്ലേ? മനസ്സിലായില്ലേ എന്നെ? ഇല്ല. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ഞാനും വേറെ എന്റെ കുടുംബമല്ല വലുത്. സ്ത്രീകളുടെ ഉന്നമനമാണ് എനിക്ക് വലുത്. പോവാം. ഇപ്പോഴാണോ വീട്ടുകാരറിഞ്ഞ തിരക്കൂലേ? വിഷയമല്ല. ഇനി വൈകുന്നേരം വീട്ടിൽ പോകണം. 7 മണിക്ക് പോവാന്ന് പറഞ്ഞത്. 7 മണിക്ക് വീട്ടിൽ പോകണല്ലോ. ഒരു പൂവാക്കി ഇങ്ങനെ ഉണ്ട്. ചേട്ടാ, ഈ പെണ്ണുങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ നടന്ന് ബഹളം വെച്ച് ഇത് എന്തോ ചെയ്യാനാണെന്ന് പറ. നിങ്ങൾ എല്ലാരും ഫ്രീ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കയറാനായിട്ട് നിൽക്കരുത്. ഞാൻ നോക്കിക്കോളാം. ബഹളം ഉണ്ടാക്കല്ലേ. ഒന്നാമത് വണ്ടി ഓടിക്കട്ടാ. ബഹളം ഉണ്ടാക്കരുത്. മനുഷ്യൻ വേറെ ഒരു ടെൻഷനുമായിട്ട് നിൽക്കണം. അതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ചേട്ടാ, ഇവിടെ നിന്നാണ് കാണുന്നില്ലല്ലോ. എന്താ? ഒരു നീല KSRTC ബസ് ഇവിടെ ഉണ്ടായിരുന്നു, കാണാനില്ല. നീല KSRTC? നീല കളറിലുള്ള ഒരു KSRTC ബസ്. ഇവിടെ നീല കളറിലെ KSRTC ബസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു നീല ടാർപ്പ പോച്ച ഒരു പെട്ടിയാട്ട ബസ് ഉണ്ടായിരുന്നു, അത് അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ല, ഈ KSRTC ബസ് മറ്റേ മുല്ലപ്പൂവൊക്കെ തല വെച്ചോണ്ട് നിന്നിട്ടു. മുല്ലപ്പൂവൊക്കെ വണ്ടിയുടെ ഫ്രണ്ടിൽ കെട്ടിയിട്ട്. മുല്ലപ്പൂ? മുല്ലപ്പൂവൊക്കെ കെട്ടി വെച്ച്. അതേത് വണ്ടി? എന്തോ പറയാനാണോ അവനെ വിളിച്ചിങ്ങോട്ട് പറയുകയും ചെയ്ത് വണ്ടി കൊണ്ട് വരാമെന്നും പറഞ്ഞു. അല്ല, താനാരാ? ഞാന് രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോ പോസ്റ്ററിലൊക്കെ ഉണ്ടോ? പോസ്റ്ററിലിരിക്കാൻ ഞാൻ തോന്നുന്നു മൈദമാവാ. അല്ല, രാഷ്ട്രീയക്കാരനാന്ന് പറഞ്ഞു. രാഷ്ട്രീയക്കാരൻ പോസ്റ്റർക്കാരൻ ഇരിക്കേണ്ട കാര്യമുണ്ട്. അല്ല, പിന്നെ രാഷ്ട്രീയത്തിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ട് ഇന്റർവ്യൂ കാണണം, മന്ത്രിമാരുമായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ കാണണം. അപ്പൊ എന്നെ കാണാം. മന്ത്രിമാരുടെ ഇന്റർവ്യൂ ഞാൻ ഇതുവരെ ഇന്റർവ്യൂല് കണ്ടിട്ടില്ലല്ലോ. മന്ത്രിമാരുടെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ എത്തി നോക്കുന്ന ആരാ? അതാണോ ഞാൻ ആരുമല്ല, എല്ലാ ഇന്റർവ്യൂലും ഉണ്ട് ഇങ്ങനെ. അല്ല, ഇപ്പൊ എവിടെ പോ നിൽക്കുവോ? തിരുവനന്തപുരത്തേക്ക് പോവാ. തിരുവനന്തപുരത്ത് എന്താ? നിയമസഭയില്ലേ, കൊച്ചിയിലേക്ക് ആക്കാനുള്ള തീരുമാനം. നിയമസഭാ മന്ദിരം? കൊച്ചിയിലോട്ട്? അതെ. അതെന്തിനാ യാത്രാ സൗകര്യം? നമുക്ക് എയർപോർട്ടും കാര്യങ്ങളൊക്കെ അടുത്ത്, അപ്പൊ ഇങ്ങോട്ട് ആക്കാനുള്ള തീരുമാനം. അല്ല, ഈ നിയമസഭാ മന്ദിരം എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി കൊണ്ട് വെക്കുന്നത്? പിന്നെ അല്ല, നിന്റെ ഉച്ചി കൊണ്ട് വെക്കണം, നിന്റെ സൗകര്യത്തിന്. ഇത് നമ്മൾ രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നത് എവിടെ കൊണ്ട് വെക്കണം, എങ്ങനെ വേണോന്ന്. ഇത് വെക്കേണ്ടത് ഞാൻ അതല്ല, ഞാൻ നമ്മളൊരു അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചു പോയതാണ്. നീ മന്ത്രിമാരെ കേട്ട് നല്ല ഇതാണ്. പിന്നെ നിയമസഭാ മന്ദിരത്തിനകത്തൊക്കെ കയറിട്ടുണ്ടോ? അല്ല, ഈ ഒരു ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. സെറ്റ് ആക്കാവുന്ന കാര്യങ്ങളല്ലേ. അല്ലെ, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ നിയമസഭാ മന്ദിരത്തിൽ ഈ MLA-മാരൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, അങ്ങോട്ട് അതിന് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഈ MLA-മാരൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. അപ്പൊ ഈ സ്പീക്കർ എന്തിനാ തിരിച്ചു പറയുന്നത്? സ്പീക്കർ തിരിച്ചു പറഞ്ഞില്ല, ഈ സ്പീക്കർ അടിച്ചു പോയെന്ന് വിചാരിക്കും. വരുന്നില്ലല്ലോ ഇത്. ഇല്ല, ഞാനത് താനിതെന്തോ ഈ നോക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തെ എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ. എന്റെ സുഹൃത്ത്, താൻ ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ നിയമസഭാ മന്ദിരം അവിടുന്ന് പൊളിക്കുന്നെന്ന് പറഞ്ഞു, അതെങ്ങനെ അവിടുന്ന് പൊളിക്കുവാണോ അതോ കൊച്ചിയിൽ പുതിയതായിട്ട് പണിയുവാണ്? അല്ലല്ല, പിന്നെ ശംഖുമുഖം കടപ്പുറത്ത് കൊണ്ടുവന്നിട്ടേ തള്ളി അങ്ങ് ഇറക്കും കടലിലോ. എന്നിട്ട് ഇവിടെ കൊച്ചിയിൽ ചീന വരയിൽ പൊക്കിന്റെ അടുത്ത് വെക്കും.
ഇത് എന്ത് പറയാന്ന് പറഞ്ഞാ ഇത് പണിയണ്ടേ? ഇത് ഇവിടെ പണിഞ്ഞല്ലേ പറ്റും. വേറെ കാര്യം, ഞാൻ വേറെ മൂഡില്ല മനുഷ്യ. വേറെ അവസ്ഥ പോയെന്നൊരു പിടുത്തവും കിട്ടില്ല. ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ കേൾക്കത്തുമില്ല. അതെന്താ പരിപാടി? അതെന്തോ പരിപാടി? ആദ്യം വന്ന ഞാനാ. ഇവിടെ താടി തന്നെ വർത്താനം പരിപാടി. ഞാൻ നേരത്തെ വന്നപ്പോഴത്തേക്ക് കണ്ടായിരുന്നു. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോണി ഇവിടെ നിൽക്കി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതല്ലേ. അപ്പൊ നേരത്തെ പ്ലാൻ ചെയ്തതാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞാനാണ് ഫസ്റ്റ്. ഞാനാ വന്ന് വർത്താനം. താനിതെന്ത് വർത്താനമാണ്? ഇവിടെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞത് അമ്മായിപ്പനോടെ വെയിറ്റ് ചെയ്യുവാണ്. എന്നെ വിട്ടുകൊടുക്കല്ലേ? അമ്മായിപ്പനോടെ വെയിറ്റ് ചെയ്യുന്നു. കൊണ്ടുപോയതിന്റെ പണി വാങ്ങുന്നു. അമ്മായിയപ്പൻ വെയിറ്റ് ചെയ്യുന്നു. ഇത് എന്തോ കുടുംബത്തോടെ. എന്നെ വിട്ടുകൊടുക്കല്ലേ? ഞാൻ പറഞ്ഞിട്ട് ഒന്നാമത് എനിക്ക് ഡ്യൂട്ടിക്ക് കയറുന്നതാണ്. ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരൻ ഷിബു, അവന് വിളിച്ച് കാറും കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുള്ളൂ. കാറിൽ കയറ്റി കൊണ്ടുപോകണം. അതിന്റെ കാര്യം കൊണ്ട് അതിനൊക്കെ ഉണ്ട്. എന്റെ പുണ്യം എനിക്ക് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. എവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല. എന്റെ ജീവൻ പോണം. ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ എന്റെ ജീവൻ പോണം. താനിതെന്ത് വർത്താനം പറഞ്ഞത്? എന്ത് വർത്താനം? ഞാനാണ് ആദ്യം കണ്ടത്. ഇതെന്റെ അളിയനാന്ന്. അളിയനെ? എന്നാ ഇതെന്റെ കൊച്ചച്ഛനാണ്. എന്താ എനിക്കും പറയാറിയ എന്റെ കൊച്ചച്ഛൻ. എന്റെ കുഞ്ഞമ്മ തിരക്കിയിരിക്കുക. ഞാൻ കൊണ്ടുപോകണം വീട്ടിൽ. ഇത് ആണ് പെൺവേഷം കെട്ടി നിൽക്കുന്നത്. പിന്നെ ആണ് പെൺവേഷം കെട്ടിക്കുന്നത്. അതിനെക്കാട്ടി വേറെ എന്തെങ്കിലും പറ. വേറെ പുതിയ ഐഡിയ പറ. പെൺവേഷം കെട്ടിക്കുന്നത്. ഒരു കാര്യം ചെയ്യ്. ആ കാലയിലോട്ട് നോക്കിയാ കുഴിനകം നോക്ക്. ഇതെന്തോന്ന് ഇഞ്ചി കൃഷിയാ? ഇനിയും മനസ്സിലായില്ലേ? ആ കൈ കൊണ്ടുവന്നില്ല. ഈ കയ്യിലോട്ടൊന്ന് പിടിച്ചേ. തൊട്ട് നോക്കിയേ. കയ്യിൽ പാറ പോലെ ഇരിക്കുന്നുണ്ട. ഇത് കണ്ട അളിയനാണിത്. പിന്നല്ലാതെ സംഭവം എന്താണെന്നറിയാമോ? ഇപ്പൊ മറ്റേ പ്രിയദർശിനി ബസ് ഉണ്ടല്ലോ, ഈ ബസ്സിനകത്ത് പെണ്ണുങ്ങൾക്ക് ഫ്രീ യാത്രയാന്ന് പറഞ്ഞു. അതിന്റെ പ്രതിഷേധത്തിന് ഇവിടെ വന്ന് നിൽക്കുവാണ് അയാൾക്ക് ഫ്രീ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് പെൺവേഷം കെട്ടി വന്ന് നിൽക്കുവാന്ന്. എന്തോ ആ ഇന്ദിരാ ലോഡ്ജിൽ നിന്ന് പീറ്റർ വിളിക്കും. പീറ്റർ, മസ്കറ്റ് ഹോട്ടൽ മതി. അതാണ് നല്ലത്. അതായത് കുഴപ്പമില്ല. മസ്കറ്റ് ഹോട്ടൽ മതി. വെറുതെ എന്തിനാ ഒരു തർക്കത്തിൽ ഇരിക്കുന്ന ഞാൻ വിളിക്കാം. നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? മര്യാദക്ക് ഞാൻ ഓഫീസിൽ പോകാൻ തിന്നാ എന്നെ ഇവിടെ പിടിച്ചെടുത്തേണ്ട കാര്യം എന്തോന്നാ? നിനക്ക് വയസ്സാകാലത്ത് എന്തിന്റെ കുഴപ്പം? അല്ല, എന്റെ പ്രതിഷേധം എന്ത് പ്രതിഷേധം? പെണ്ണുങ്ങൾക്ക് ഫ്രീ കൊടുത്തില്ലേ? പെണ്ണുങ്ങൾക്ക് എന്ത് ഫ്രീ കൊടുത്തു? ബസ്സിൽ കയറാനുള്ള യാത്ര ചെയ്യാനുള്ള യാത്ര ചെയ്യാനുള്ള എനിക്ക് എന്റെ പേര് പ്രിയദർശൻ എന്നാണ്. അറിയാമോ? ടിക്കറ്റ് കിട്ടിയില്ല. അറിയാമോ? അത്ര വിഷമോട്ട് എനിക്ക്. ടിക്കറ്റ് സിനിമ ടിക്കറ്റ് കിട്ടാത്ത കാര്യമൊന്നുമല്ല പറയണത്. KSRTC ബസ്സിൽ പെണ്ണുങ്ങൾക്ക് മാത്രം ഫ്രീ ആണല്ലോ. ആണുങ്ങൾക്ക് ഫ്രീ കിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങിയിരിക്കുവാണ്. ഇങ്ങനെ സാരി കൊടുത്തോണ്ടാണ് നോക്കേണ്ട കാര്യം. ഈ ഇടയ്ക്ക് തന്നെ ബസ് പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ഈ അവസാനം ബസ് ബ്രേക്ക് ഡൗൺ ആയപ്പോഴത്തെ ആരാ തള്ളിയത്? ഞങ്ങൾ ആണുങ്ങളെ തള്ളിക്കൊടുത്തത്. ഞാനൊരു കാര്യം പറഞ്ഞത്, എനിക്ക് ഈ ഘോഷയാത്രയ്ക്ക് കൂട്ടിക്കാൻ എനിക്ക് പറ്റൂല. എനിക്ക് വയ്യ. അല്ല അങ്ങനെ പോകാൻ പറ്റേ. മര്യാദ കളിയെ വീട്ടിൽ കൊണ്ടാക്കണം. ഞാൻ എന്റെ കൂട്ടുകാരെ ഷിബുനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ് കൊണ്ടുപോകാനായിട്ട്. അവൻ ഇൻഫോ പാർക്ക് ഡ്യൂട്ടിക്ക് കയറി. അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അളിയനെ കൊണ്ടാക്കാതെ തന്നെ ഞാൻ ഇവിടുന്ന് വിടത്തില്ല. ഞാൻ കൊണ്ടാക്കണം. എനിക്ക് ഞാനത് കൂടുതൽ വർത്താനെന്ന് പറഞ്ഞിട്ട് അളിയനെ കൊണ്ടാക്കാതെ ഞാൻ വിടത്തില്ല. എന്തിനാണ് ഈ പറത? രാഷ്ട്രീയക്കാരന്റെ പെട്ടിയിൽ എന്തിനു പറത? PMG വരെ പാസ്റ്റിലങ്ങ് ഇറങ്ങും. അവിടുന്ന് ഞാനും പ്രിയദർശിനിയാ. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന കേരള സർക്കാരിന്റെ പുതിയ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രിയദർശിനെ ബേസ് ചെയ്തിട്ടുള്ള സ്കിറ്റ് ആയിരുന്നു. ഞാൻ ഒരുപാട് ചിരിച്ചു. നമ്മുടെ കാര്യക്കാരി ചിരിച്ചോ എന്ന് നമുക്ക് ചോദിക്കാം. ബക്രു ചേട്ടാ. സെൽവ ഉഗ്ര സ്കിറ്റായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ അനൗൺസ് ചെയ്ത് എന്താ പറയുക, മാധ്യമങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഹ്യൂമർ കൊണ്ടുവരിക എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിലായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് തന്നെ നിങ്ങളത് പ്ലാൻ ചെയ്തൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ആരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തത്? നിങ്ങളിൽ മനു ആയിരുന്നു ഇതിൻ്റെ ഒരു ഐഡിയ. മനുവിൻ്റെ ഐഡിയക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ ശ്യാമിനെ പെണ്ണാക്കണമെന്ന് തീരുമാനിച്ച ആരാണ്? അത് ഞാൻ. കുറച്ച് കടന്ന കൈയായി. വില 2000 രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ചിരിച്ചു പോയത് ഇതൊന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി വില കൂടി അയച്ചിട്ടല്ലേ പറ്റുള്ളൂ.
മാക്സിമം നിങ്ങളത് വെച്ചിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള കുറേ തമാശകൾ അതിനകത്തുണ്ടാക്കി. അത് മാത്രമല്ല, ഇതിന് രാഷ്ട്രീയക്കാരൻ എത്രത്തോളം കൂറയാകാവോ, എന്നാൽ അതിലെ ഒരു ബ്രില്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നേതാക്കന്മാരുടെ കൂടെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഒരു കാര്യമില്ലാതെ വന്ന് എത്തി നോക്കുന്നത്. അപ്പോൾ ഇത്തരം വളരെ എന്താ പറയുന്നത് ഭയങ്കര രസമുള്ള കുറേ സംഗതികൾ ഇങ്ങനെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. KSRTCയും അത്ര മോശം KSRTC അല്ല നിങ്ങളിട്ടിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സ്റ്റാൻഡേർഡ് സാധനമാണ്. അതിലാണ് ഈ ടർപ്പാളയുടെ വണ്ടി പോയെന്ന് പറയുമ്പോൾ ഒരുപാട് ചിരിക്കാനുള്ള കാര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. ഓഡിയൻസ് നന്നായിട്ട് ആസ്വദിക്കും. നമ്മളിവിടെ ശ്രദ്ധിച്ചപ്പം ഓരോ കൗണ്ടറിനും ഓരോ പഞ്ചിനും അവരങ്ങനെ ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായൊരു സ്കിറ്റായിരുന്നു. 3 പേരും ഇന്ന ആൾ നന്നായി എന്നുള്ളതല്ല, ഓരോ എൻട്രിയും അതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സ്കിറ്റ് അടിച്ച് പഞ്ചിലാണ് നമ്മുടെ ക്ലൈമാക്സ് അവതരിപ്പിച്ചത്. ഉഗ്രം ക്ലൈമാക്സ്, നല്ല സ്കിറ്റ്. ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ. താങ്ക് യു ചേട്ടാ. ബിജുക്കോടൻ ചേട്ടാ? ഉഗ്രനായിരുന്നു. ഉഗ്രം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അടിപൊളി സാധനം. പിന്നെ അത് തന്നെയല്ല, നമ്മൾ സാധാരണ എന്തെങ്കിലും സ്കിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടന്റ് എടുത്തിട്ട് ആക്കുന്നത് പോലെയല്ല നമ്മളിപ്പോൾ പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എടുത്തിട്ട് റെഡിയാക്കുന്നത്. കാരണം അത് അത്രത്തോളം നമ്മൾ ജനങ്ങൾ മൊത്തം അറിഞ്ഞാക്കണം. അപ്പോൾ അതിനെ ബേസ് ആയിട്ട് ഒരു സാധനം എടുത്തിട്ട് ഇത്രയും മനോഹരമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിസ്സാര സംഭവമല്ല. മനുവിൻ്റെ ആ ഒരു തോട്ടിന് ഭയങ്കരമായിട്ടുള്ളൊരു കൈ തന്നെ കൊടുക്കണം. അത് ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളിപ്പോൾ പത്രത്തിലൊക്കെ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വേണമെന്നും പറഞ്ഞിട്ടും അത് പ്രതിഷേധമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ് എന്നിട്ട് പുരുഷന്മാർക്ക് സൗജന്യ യാത്രയും കൊടുത്തു. പുരുഷന്മാർക്ക് സംസാരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്, പക്ഷെ അത് നിലവിൽ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതല്ല ചിലപ്പോൾ ഇതിലും പോലും ഇതൊക്കെ സംഭവിച്ചിരിക്കും. ഗംഭീരമായിരുന്നു കേട്ടോ. അത് 3 പേരും ഉഗ്രനായിരുന്നു. അത് പിന്നെ ക്ലൈമാക്സ് ഉഗ്രനായിരുന്നു. അതുപോലെ തന്നെ കുറേ തമാശകൾ ആദ്യം തുടങ്ങി അവസാനം വരെ ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞു വിട്ട് തന്നെ നമുക്കൊരു വലിയ വൾഗറായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. തേക്കടിക്കുള്ള ബസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ജാള്യത തോന്നുന്ന രീതിയിലൊന്നും വൾഗറായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. പക്ഷെ അത് ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നത്. രണ്ടാമത് മനു വന്നതിന് ശേഷം ഒരു പിടിവലി ഉണ്ടായിരുന്നല്ലോ. അയ്യോ, അത് ഞാനാണ് ആദ്യം വന്നത്. അത് പറ്റൂല. ഞാനിപ്പോൾ കാറ് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരൻ കാറ് പറഞ്ഞിട്ട് അമ്മായിയച്ഛനെ അവിടെ കാത്തിരിക്കരുന്നത്. അമ്മായിയപ്പോൾ ഉണ്ടച്ചല്ലാന്ന് ഞാൻ ഉറപ്പ് കൊടുത്തായിരുന്നൊക്കെ പറഞ്ഞപ്പോ പിടിവിട്ടു കേട്ടോ. കൂടുതലൊന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. സൂപ്പർ സൂപ്പർ. ഗംഭീരം സെൽവ. ഇതെന്താണ്, എങ്ങനെയാണ് ഇത് മെനഞ്ഞെടുത്തതെന്ന് നമ്മൾ ആലോചിച്ചു. കാര്യം അതിൻ്റെ ആ ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങൾ രണ്ടാമത് വരുമ്പോഴുള്ള ആ ഒരു പ്രശ്നം. അത് ചില സ്ഥലങ്ങളിൽ സംഭവിക്കാവുന്ന ഒരു സബ്ജക്റ്റാണത്. അത് നമുക്ക് ഈ പറയുന്ന ബൾഗർ അടിക്കാത്ത കുറേ മൈന്യൂട്ട് സാധനങ്ങൾ ഇതിനിടയിലെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഓരോന്നെടുത്ത് അത് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇത്രയും ആ ഒരു സംഭവം എടുത്ത് ഇത്രയും വൃത്തിയായിട്ടും അതിന് സെൽവൻ ഏറ്റവും കൂടുതൽ ക്ഷാമമുള്ളത് ക്ലൈമാക്സാണ്. ക്ലൈമാക്സ് വരെയും ഗംഭീരമാക്കി വെച്ചു എന്നുള്ളതാണ്. ആ പർദ്ദ ആ പെട്ടിക്കകത്തിട്ടത് ഇന്ന സ്ഥലം വരെ ഞാൻ ഫ്രീ അടിച്ച് പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഞാനും പ്രിയദർശിനിയാണ്. അതാണ് ക്ലൈമാക്സിൻ്റെ പഞ്ച്. അല്ല, ഏത് ആനുകാലിക സംഭവങ്ങളോ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മനസ്സിൽ പേപ്പറിലും TV-യിലും ഒക്കെ ചർച്ച കഴിഞ്ഞതിന് ശേഷം മിമിക്രിക്കാർ ഇത് ഏറ്റെടുക്കുമല്ലോ. മിമിക്രിക്കാർ ഇത് ഏറ്റെടുത്തിട്ട് ഇതിനെ കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ആക്കി സാധനം പുറത്തേക്ക് കൊടുക്കും. അത് മിമിക്രിക്കാരൊരു പ്രത്യേക കഴിവാണ് കേട്ടോ. അത് ഈ സ്കിറ്റുകളിൽ കൂട്ടി കളിച്ചിട്ട് അതിൻ്റെ സാധനം ബൾഗറാക്കാതെ ആർക്കും കേടില്ലാത്ത രീതിയിൽ അവർ അവതരിപ്പിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എഴുതുന്ന സ്കിറ്റുകളാണ് ചിലത് കയറി വൈറലാകുന്നത്. അങ്ങനെ വൈറലാകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമായിട്ട് ഈ സ്കിറ്റിനെ ഞാൻ കാണുന്നു. നല്ല ഗംഭീരമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. സെൽവൻ്റെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് സെൽവ നമുക്ക് ആവശ്യം. 3 പേരും ഗംഭീരമായി. ശ്യാമ് രണ്ടാമത്തെ പ്രാവശ്യം ഫീമെയിൽ ചെയ്യുന്നല്ലേ? ആദ്യമായിട്ടാണ് ചെയ്തത്. മീശ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഫീമെയിൽ. നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ചേർച്ചയുണ്ട്. സാരിയും മുല്ലപ്പൂ ഒക്കെ കൂടി അടിപൊളി. അപ്പൊ നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു പ്രയത്നത്തിനുള്ള ഫലം ഇവിടെ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആദ്യം നസറിക എടുത്ത് ഐശ്വര്യമായിട്ട് മാർക്ക് ചോദിക്കാം. മിക്ക ഞാനൊരു 20,000 രൂപ കൊടുക്കുകയാണ്. വണ്ടർഫുൾ. 20,000 രൂപ. പക്കർച്ചേട്ടനോ? ഞാനൊരു 22,000. 42,000 രൂപയാണ് ഇപ്പോൾ ഉള്ള ടോട്ടൽ. ബിജുക്കുട്ടൻ ചേട്ടൻ ഇപ്പൊ റിവീൽ ചെയ്യും. ചേട്ടാ പിടിച്ചോ. 75,000 രൂപ നേടിക്കൊണ്ട് സിൽവർ പഞ്ചടിച്ചിരിക്കുകയാണ്.
സ്കിറ്റ് കണ്ടപ്പോഴും കമന്റ്സ് കേട്ടപ്പോഴും ഈ ഒരു പഞ്ച് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചതാണ്. നിങ്ങൾ ഉറപ്പിച്ചിരുന്നോ? ഇല്ലില്ല. അങ്ങനെ പറയാൻ എന്റെ എളിമ എന്നെ അനുവദിക്കുന്നില്ല എന്നാണ് സലൻ ചേട്ടാ. കുഴപ്പമില്ല, കളിച്ചു, നന്നായി വരണമെന്ന് ആഗ്രഹിച്ചു, അപ്പൊ അതുപോലെ തന്നെ വന്നു. പിന്നെ ശ്യാമിന്റെ ഫീമെയിൽ വേഷം, അതെ അതെ, അതിലായിരുന്നു ഇവരുടെ പ്രതീക്ഷ. ഞങ്ങളുടെ തുറുപ്പ് ചീട്ടുന്നല്ലേ. എന്നോട് ആദ്യമേ ശ്യാമണം ചോദിച്ചു, എടാ ഞാൻ ഈ മീശയൊക്കെ എടുത്തിട്ട് അങ്ങനെ പൊളിഞ്ഞു പോയത്. ഞാൻ പറഞ്ഞില്ലണ്ട, എന്തായാലും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ രാജേഷേട്ടനും അതുപോലെ ശശാങ്കൻ ചേട്ടൻ ഇതിന്റെ തുടക്കം ഞങ്ങൾ വേറൊരു റൂട്ടിൽ പിടിച്ചപ്പോൾ ശശാങ്കൻ ചേട്ടനാണത് ഞാൻ ആദ്യം എൻട്രി ചെയ്യണം എന്നുള്ള ഇത് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കൗണ്ടർ രാജേഷേട്ടനും തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ മനോജ് വരജുടി നമുക്ക് 2-3 ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മുടെ ഒരു വേദിയിലും ഭയങ്കരമായിട്ടുണ്ട്. അതിന് നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു വലിയ കൈയടി. അല്ല, ഇവിടുത്തെ ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ ഞാൻ ഈ ഒരു ചാനലിൽ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് ചാനലിൽ പോയി വർക്ക് ചെയ്തിട്ടുള്ള അവരവർ സീക്രട്ടായിട്ട് മുറിയിൽ ചർച്ച ചെയ്ത് അവര് വേറെ പുറത്തുനിന്ന് ഒരു ആർട്ടിസ്റ്റ് കയറി വന്നാൽ ആ ചർച്ച അവിടെ വെച്ച് നിർത്തും. പിന്നെ വേറെ കാര്യത്തിലേക്ക്. ഇവിടെ അങ്ങനെയല്ല, അവരും കൂടെ കൂടി അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി ചെന്ന് പറഞ്ഞു കൊടുക്കാവുന്നതൊക്കെ പറഞ്ഞു കൊടുത്തൊക്കെ നല്ല കാര്യം. അതാണ് നമ്മുടെ ഷോയുടെ വിജയം. അപ്പം ആദ്യമായിട്ട് ഈ ഫ്ലോറിൽ പെൺവേഷം കിട്ടിയ ശ്യാം ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഐശ്വര്യം കേട്ടാ പെൺവേഷം കിട്ടിയിട്ട് അല്ലേ സലൻ ചേട്ടാ? ശ്യാമ വീട് എവിടെയാ ശ്യാമ? കടക്കാവൂര്. അപ്പൊ ഇനി ഡ്രസ്സ് മാറണ്ട, നേരെ പ്രിയദർശിനി കയറിക്കും. പ്രിയദർശിനി പിടിച്ചു. നീ ഇന്നലെ രാത്രി ഭയങ്കര റിഹേഴ്സലായിരുന്നു. എനിക്കറിഞ്ഞൂടോ ഞാൻ എങ്ങനെ ശ്രൈണത പിടിക്കൂന്നൊക്കെ പറഞ്ഞിട്ട്. കടക്കാവൂരിലെ സൂപ്പർ സ്റ്റാറാ നിൽക്കുന്നത്. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് ഇമെയിൽ ചെയ്യാനാ, കാരണം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്. കാരണം ഞാൻ ഇവർ ചോദിച്ചു മാസ്ക് വെച്ച് ചെയ്തോട്ടെ എന്ന്. നിനക്ക് നാണമില്ലാത്തോണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ലേടാ, എനിക്കിനിയും ചെയ്യാം. അങ്ങനെ പിന്നെ ഇവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തു. എന്തായാലും നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ കയറി ചെയ്തു. ഇത്ര തന്നെ. നല്ലോണം ആങ്കർ ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ലോക്കൽ പരിപാടികളൊക്കെ പത്തനംതിട്ടയിൽ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഈ ചില കമ്മിറ്റികളിലൊക്കെ പരിപാടി കയറി ആങ്കർ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അറിഞ്ഞില്ലേ അത്? അല്ല, അത് ഈ ഡ്രസ്സിൽ തന്നെയാണോ ചെയ്യുന്നത്? അല്ലല്ല, കൊള്ളാം, അടിപൊളി അടിപൊളി. അപ്പൊ ഒരിക്കൽ കൂടി എന്റെ ചേട്ടന്മാർക്ക് ഒരു ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. 75,000 രൂപ നേടിക്കൊണ്ട് സിൽവർ പഞ്ചടിച്ചു. കൂടുതൽ ഇടിലും സ്കിറ്റുകളും കൗണ്ടേഴ്സും പഞ്ചുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റംമാരുടെ വേദിയിൽ നമ്മൾ എപ്പോഴും ഒരുപാട് നല്ല നല്ല സ്കിറ്റുകളൊക്കെ കാണാറുണ്ട്. ഇനി നമുക്ക് ഒരു വളരെ സ്പെഷ്യൽ ക്യൂട്ട് ആയിട്ടുള്ള ഒരു 1-man ഷോ കണ്ടാലോ? ഇതൊരു ക്യൂട്ട് 1-man ഷോ ആണ്. കാരണം ഈ ഷോ അവതരിപ്പിക്കാനായിട്ട് ഇവിടെ എത്തുന്ന ആർട്ടിസ്റ്റ് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാണ്. പക്ഷെ ചെറിയൊരു ബ്രേക്ക് വന്നുപോയി. കാരണം എന്താണെന്നറിയോ? ഒരു പല്ലൊന്ന് പോയിട്ട് പിന്നെ ആ പല്ല് മുളയ്ക്കാൻ കുറച്ച് സമയം എടുത്തു. പല്ല് മുളച്ചിട്ടേ നമ്മൾ ഇവിടെ വരുള്ളൂ എന്നൊരു ദൃഢനിശ്ചയമായിരുന്നു. എന്തായാലും നമുക്ക് ആർട്ടിസ്റ്റ് ഇങ്ങോട്ട് വിളിച്ചാലോ? ഒരുപാടധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ദ ക്യൂട്ടി ഗേൾ ഇവാനിയ കുട്ടി. അയ്യോ, ഇതാരീ മഞ്ഞക്കുരുവി? അല്ല, ആദ്യം പല്ല് വന്നാ നോക്കട്ടെ. പല്ല് വളരാൻ വേണ്ടി എന്ത് വളവാണ് നമ്മൾ ചെയ്തത്? പല്ല് വളരാൻ വേണ്ടിട്ട് ബാക്ടംബോസ് ആണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്. എന്തായിരുന്നു ചെയ്തേ? ഒന്നും ചെയ്തില്ല. പക്ഷെ ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെയല്ല, പാലക്കാട് ഏതോ ദന്ത ഡോക്ടർ വെച്ച് തന്നാണെന്ന്. ഇവിടെ വരാൻ വേണ്ടി. വയനാട്. അപ്പൊ ചിരിച്ചെന്താണ്? ഇങ്ങനെയാണ് ചിരിച്ചെന്താണ്? ഇത് എന്റെ സ്വന്തം പല്ല. പറ. അതെ. ഇങ്ങനെ ഒന്ന് അടിച്ചാണ്. എത്രാം ക്ലാസ്സിൽ ഇവാനിയ പഠിക്കുന്നേ? 4. വലിയ ആളാണ്. അപ്പൊ വയനാടാണ് വീട് അല്ലേ? അവരെയൊക്കെ അറിയാവോ? എന്റെ പേര് പറയും. മിടുക്കി. അടിപൊളി. അപ്പൊ ഒരു കാര്യം ചെയ്യാം. എനിക്ക് എന്താണ് ഈ മഞ്ഞക്കുരുവിക്ക് പറയാനുള്ളത് എന്ന് കേൾക്കണം. എന്താണ് പെർഫോം ചെയ്യാനുള്ളതാണ്. പെർഫോമൻസിലേക്ക് കടക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിടെ വന്നിരിക്കുന്നത് ഒരു ഗൗരവേറെ കാര്യം പറയാനാ. എന്താന്നറിയോ? ഇത്രയും കാലം ഞാൻ ചിന്തിച്ചതേ ഞാൻ ആ വീട്ടിലെ സെലിബ്രിറ്റി എന്നാ ഈ അടുത്ത ഞാൻ ആ സത്യം അറിഞ്ഞത്. എന്റെ സ്ഥാനം മറ്റൊരാൾ തട്ടിയെടുത്തന്നേ. ആരാന്നറിയോ? എന്റെ അച്ഛൻ്റെ അമ്മയുടെ സ്മാർട്ട് ഫോൺ. ഇപ്പത്തെ പരിപാടി എന്താന്നറിയോ? എന്തേലും കിട്ടിയ അതപ്പാടെടുത്ത് സ്റ്റാറ്റസ് ഇടാം. ഫോർ എക്സാമ്പിൾ, ഞാൻ രാവിലെ നീറ്റ് അറിയാതൊന്നൊരു കോട്ട് വായിട്ട അപ്പത്തേക്ക് അമ്മോടി ഒന്ന് പറയും, ഇവാ ആ കോട്ട് വായതും കൂടെ എനിക്ക് വീഡിയോ ഇടാനാന്ന്. പണ്ടൊക്കെ വിശക്കുമ്പോഴായിരുന്നു വല്ലതും കഴിക്ക.
ഇപ്പൊ എങ്ങനെയാണെന്നറിയോ? ഫോട്ടോ എടുത്ത് കഴിയാണ്ട് ഭക്ഷണത്തിൽ തൊടാൻ പോലും സമ്മതിക്കൂല. നല്ല ചൂടുള്ള ദോശ മുൻപിൽ ഇരിക്കാണെ തന്നെ അച്ഛനോടി വന്ന് പറയും, ആരും ദോശ കൈവെക്കരുത്, ആവി പറക്കുന്ന ദോശ ഫോട്ടോ എടുത്ത് റീൽസ് ഇട്ടാലേ റീച്ച് ഉണ്ടാകുള്ളൂ എന്ന്. അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ചൂടുള്ള ദോശ ഒരു ഐസ്ക്രീം പരിവായിട്ടുണ്ടാകും. ആ ഫോട്ടോയുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ഫിൽറ്റർ പാറും. എനിക്കുണ്ടൊരു അമ്മായി. അമ്മാനെ നേരിട്ട് കാണുന്ന പോലെയല്ല ഫോട്ടോയിൽ കാണുമ്പോ. അമ്മായി ഫേസ്ബുക്കിലിടുന്ന ഓരോ ഫോട്ടോ ഉണ്ടാലും ആരാലും ചോദിച്ചു പോകും, ഏതാ ഈ സിനിമ നടീന്ന്. സ്വർഗത്തിൽ പോയ ദൈവത്തിന് പോലും അമ്മായിനെ തിരിച്ചറിയാൻ കഴിയും. പോരാട്ടിപ്പതാ ജെമിനി സ്വന്തം ഫോട്ടോ ജെമിനിക്ക് കൊടുത്ത് ഇത് ഞാൻ തന്നെയാണെന്ന് നമ്മളോട് തന്നെ കള്ളം പറയുന്ന ഒരു കാലം. ചൈൽഡ്ഹുഡിലെ ഫോട്ടോ തരാൻ ആവശ്യപ്പെട്ട് അത് കയ്യിൽ കിട്ടുമ്പോ അയ്യോ ഇങ്ങനെയായിരുന്നോ ഞാൻ, നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്ന ഞാനേ അല്ല, യഥാർത്ഥ ഞാൻ മറ്റെവിടെയോ ആണ്, ഞാനെവിടെ പോയി എന്ന് നമ്മളെ തന്നെ അന്വേഷിക്കുന്നത് പോലെ. ഏത് തരത്തിലുള്ള ഫോട്ടോ എവിടെ വെച്ച് വേണമെന്ന് ജെമിനിനോടൊരു വാക്ക് പറഞ്ഞാൽ മതി, ജെമിനി റെഡി. പോലീസാണോ? ജെമിനി റെഡി. വക്കീലാണോ? അതിനും ജെമിനി റെഡി. അങ്കിളിന് കള്ളനാണോ? അതിനും ജെമിനി റെഡിയാ. ഇപ്പൊ എവിടെ നോക്കിയാലും റീൽസിന്റെ കാല. എവിടെ പാട്ട് കേട്ടാലും അവിടെ നിന്നത്തുള്ളൂ. ഈ അടുത്ത് എന്റെ വീട്ടിൽ പാൽ തരാൻ വന്ന പാൽക്കാരൻ ചേട്ടൻ എന്റെ വീട്ടിന്റെ അകത്തുള്ള പാട്ട് കേട്ടതും പാൽപാത്രം നിലത്ത് വെച്ച് ഒരു ഡാൻസോട് ഡാൻസ്. ആ ചേട്ടനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഈ പാട്ട് കേട്ടാ ആർക്കായാലും ഒന്ന് ഡാൻസ് കളിക്കാൻ തോന്നില്ലേ? ശൂരമ്പടയുടെ കോലം തള്ളും താളം, ഈരമ്പടയുടെ പെൺമുടി എത്തിക്കൊട്ടിക്കേറും താളം, വെള്ളം കല്ലിക്കുന്നിൻ മേലെ കാടിയെന്നും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിരി മേളം, ഇത് മാമല മേലെ സൂര്യനും പുലരിക്കതിരിൽ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വെള്ളിത്തേരാണ്. ഹരോഹരാഹോ വേലായുധാഹരോഹരാ, ഹരോഹരാഹോ വേലായുധാഹരോഹരാ. സത്യം പറയട്ടെ, എനിക്ക് നിങ്ങളുടെ മുൻപിലിരുന്ന് പറയാൻ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്. എന്താണെന്നോ, ഞാനിവിടെ നിന്ന് എന്തേലും ഒരു അബദ്ധം പറഞ്ഞാ പോരെ നാളെ അത് ട്രോളാവാൻ എന്നും കരുതി ഞാൻ പറയാതെ പോകില്ല. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുവാവ ജനിച്ചാ ആദ്യം ആ കുഞ്ഞുവാവയ്ക്ക് എന്തായിരിക്കും ചെയ്യാ? ഒരു പേര്. എന്നാ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുവാവ ജനിക്കുകയാണെങ്കിൽ ആദ്യം ആ കുഞ്ഞുവാവയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാമും, ആ ഇൻസ്റ്റാഗ്രാമിലൊരു പേര്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയായിരിക്കും കുഞ്ഞിന്റെ എല്ലാ വിവരങ്ങളും അവരെ അറിയിക്കുന്നത്. കുഞ്ഞിനെ മൊട്ടയടിച്ചു, കുഞ്ഞിനെ നൂല് കെട്ടി, കുഞ്ഞിന് കാത് കുത്തി, കുഞ്ഞിന്റെ പല്ല് വന്നു, എന്തിനേറെ പറയാൻ കുഞ്ഞ് കമന്ന് കിടന്നു, മുട്ടുകുത്തി, നിന്നു, നടന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് കുട്ടിയൊന്നു നീട്ടി മുള്ളിയ അതുപോലെ അവർ ഇൻസ്റ്റാഗ്രാമിൽ. അഥവാ അവരുടെ വീഡിയോക്ക് റീച്ചും കമന്റും കുറവാണെങ്കിൽ ഇവർ തന്നെ അൺഫോളോ ചെയ്തു, സോറി മോളെ നിനക്ക് റീച്ച് വളരെ കുറവാന്നും പറയും. ഇപ്പൊ പഴയ പാട്ടിനടുത്ത് കുറച്ച് ഡിസ്ക്ലൂ സ്പീഡും കൂട്ടിയ അതൊരു ട്രെൻഡായി. എനിക്കിഷ്ടപ്പെട്ട താരാട്ട് പാട്ട് പോലും ഇപ്പൊ റീമിക്സ് ചെയ്ത് വരാണ്. രാരീരം 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 കേട്ടോരങ്ങ്, അമ്മയുടെ സ്വത്തല്ലേ അമ്മയുടെ മുത്തല്ലേ അമ്മയുടെ ചക്കരവാവയല്ലേ. ഈ പാട്ടിപ്പോ അമ്മ പാടുന്നത് എങ്ങനെയാണെന്നറിയോ? റാ 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 എന്നാണ്. അമ്മേ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ചോദിച്ചാ അമ്മ എന്താന്നറിയോ പറയുന്നത്? ഇന്ന് കണ്ടന്റ് ഒന്നും കിട്ടിയില്ല മോളേന്ന്. അപ്പൊ ഞാൻ പറയും, അമ്മേ വയറ്റിലോട്ടുള്ള കണ്ടന്റിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. ഏതു നേരം അമ്മയ്ക്ക് റീൽസും കമന്റും മാത്രമേ ഓർമ്മയുള്ളൂ. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് റീച്ച് കുറവാന്നും പറഞ്ഞ എന്നെ അൺഫോളോ ചെയ്യുമെന്ന്. ഇതൊക്കെയാണ് മുതിർന്നവരുടെ സോഷ്യൽ മീഡിയ വിശേഷമെങ്കിൽ ഇതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിവെച്ചാ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. ആരാന്നറിയോ? അത് ഞങ്ങൾ കുട്ടികളാണ് സുഹൃത്തുക്കളെ, ഞങ്ങൾ കുട്ടികൾ. ഞങ്ങളുടെ വീട്ടിൽ എന്തേലും
ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനാകെ ഒരൊറ്റ കാരണമല്ലോ, ആ മൊബൈൽ ഫോൺ. അതേ സുഹൃത്തുക്കളെ, ആ 5.5 ഇഞ്ച് മൊബൈൽ ഫോൺ. രാവിലെ എണീക്കാൻ വൈകിയോ? കാരണം മൊബൈൽ ഫോൺ. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞോ? കാരണം മൊബൈൽ ഫോൺ. എന്തിനേറെ പറയാൻ, എനിക്കൊന്ന് വയറുവേദന എടുത്തെന്ന് പറഞ്ഞാൽ അമ്മ പറയുന്നത് അതേതു നേരം ഫോൺ നോക്കിയിരുന്നതിന്റെ ദോഷാന്നാ. എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലാവാത്തത് വയറുവേദനയും ഫോണും തമ്മിൽ എന്താ ബന്ധം എന്നാ. ഇനി അബദ്ധവശാൽ ആ ഫോണൊന്ന് എൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണ അപ്പമ്മ തുടങ്ങും, പാപം ഫോൺ നിന്റെ കയ്യിലിരുന്ന് എടുത്ത് സ്വയം ആത്മഹത്യ ചെയ്തതാണെന്ന്. ഇവിടെ ഒന്നുമല്ല പണി കിട്ടുന്നത്, പരീക്ഷ വരുമ്പോഴാ. ചോദ്യ പേപ്പർ കിട്ടുമ്പോ പലരുടെ ഒരു മുഖഭാവം ഒന്ന് കാണണം. ഇതൊക്കെ ആരാ? ഇവരൊന്നും ഞാൻ കണ്ടിട്ട് പോലില്ലല്ലോ എന്ന മട്ട. പഠിച്ചതെല്ലാം ഒന്ന് ആലോചിച്ചെടുക്കാൻ വേണ്ടി വെറുതെ തലച്ചൊറിഞ്ഞ് മെപ്പോട്ട് നോക്കിയാ അപ്പ വീഴും തലയിലൊരു ചോക്ക്. പിന്നെ മിസ്സിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, മാനത്തോട്ട് നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല, താഴെ പേപ്പറിൽ നോക്കി. അതെങ്ങനെയാ? ഏതു നേരം ഫോണിന്റെ പുറകല്ലേ. പഠിക്കാൻ കിട്ടുന്ന സമയം പഠിക്കണമായിരുന്നു. ഇതിലൊന്നും പെടാത്ത കുറച്ച് കൂട്ടരുണ്ട്. ആരാന്നറിയോ? നമ്മുടെ വീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മമാരും. എനിക്കുണ്ടൊരു അമ്മൂമ്മ. അമ്മൂമ്മ മോൾക്കിടേണ്ട വോയിസ് മെസ്സേജ് ഫാമിലി ഗ്രൂപ്പിലിടും, ഫാമിലി ഗ്രൂപ്പിലിടേണ്ട വോയിസ് മെസ്സേജ് ഹെൽത്ത് ഗ്രൂപ്പിലിടും. അഥവാ അവർ ആരുടെങ്കിലും സ്റ്റാറ്റസ് കണ്ട അപ്പൊ തുടങ്ങും, ഇതൊക്കെ എന്തിനാണ് ഇവർ എന്റെ ഫോണിലോട്ടിട്ടാണ്? ഇവരോട് വല്ലതും ഞാൻ ആവശ്യപ്പെട്ടോ? എന്തൊക്കെ പറഞ്ഞാലും അച്ഛനമ്മമാരുടെയും അധ്യാപകരുടെയും സ്നേഹവും വഴക്കൊന്നുമില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ഹാപ്പിയേ ഇല്ല. ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ മൊത്തം നെഗറ്റീവാണ്. അല്ലട്ടോ, സോഷ്യൽ മീഡിയ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര എത്ര നല്ല കാര്യങ്ങൾ അതിലുള്ളത്, എത്ര എത്ര ആൾക്കാരുടെ ജീവിതങ്ങൾ അതിലൂടെ മാറ്റിമറിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത റീൽസും കമന്റും ഒക്കെ ഇട്ട് നമുക്കും ട്രെൻഡിനൊപ്പം പോവാം. അടിപൊളി, സൂപ്പർ, പൊളിയായിരുന്നല്ലേ? അതെ അതെ, ഈ കുഞ്ഞു തലക്കകത്ത് ഇത്രയും ബുദ്ധി എവിടുന്ന് കിട്ടി? ഇത് ആരെഴുതി തന്നതാ? ഇതെന്റെ അമ്മ. അമ്മ എഴുതി തന്നതാണ്. എഴുതിയതും അമ്മ തന്നെ, പഠിപ്പിച്ചതും അമ്മ തന്നെ. ആ അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? ഇവാനിയ ചോറുണ്ടെങ്കിൽ ഈ മൊബൈൽ തന്നാലേ ചോറുണ്ണുള്ളതാണ് പറഞ്ഞത്. ശരിയാണോ ഇവാനിയ? അമ്മ ശരിക്കും എങ്ങനെയാണോ താരാട്ട് പാടുന്നത്? ഇതീ പറഞ്ഞ പോലെ അമ്മ താരാട്ട് പാട്ടുന്ന ഞാൻ കേട്ടിട്ട് അടിപൊളിയായിരുന്നു. ഗംഭീര, അടിപൊളി അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ലായിരുന്നു. വരാൻ വൈകി, അത് മാത്രമേ ഞങ്ങൾക്കൊരു സങ്കടമുള്ളൂ. പല്ല് വരണ്ടേ? പല്ലല്ലോ, അല്ല പല്ലല്ല, നല്ല കണ്ടന്റും കിട്ടാത്തോണ്ടാണ് വരാഞ്ഞൊന്നും ഇങ്ങനെ ഒരു ചെറിയ അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എവിടുന്നാ വരുന്നേ? ഇതൊക്കെ വയനാട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പൊ പല്ല് വന്നില്ലേ, ഇനിയിപ്പോ ഇടക്കിടക്കിടക്ക് വരാലോ. പക്ഷെ ഒരു പല്ല് ഇളകുന്നുണ്ട്. അത് ഇനിയിപ്പോ പല്ല് നോക്കണ്ട, ഞങ്ങളുടെ അടുത്ത് ഇടക്കിടക്ക് വരണം. പറയട്ടാ. അല്ല, ഈ ദേവാസുരം സിനിമയിലെ രേവതി മറ്റേ ചിലങ്ക എടുത്തിട്ട് എറിഞ്ഞിട്ട് ഇതുപോലത്തെ ആളുടെ മുമ്പ് ഡാൻസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു ശബ്ദം ചെയ്തിരിക്കുക പല്ലിന്റെ കാര്യത്തിൽ. പല്ല് വന്നിട്ടേ വരുള്ളൂ. ഇവിടെ ആരെങ്കിലും എന്തേലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ആര്? പറഞ്ഞോ? പല്ല് എന്താ വരാത്തെ എന്നും ചോദിക്കും, എപ്പ വരുമ്പോഴും ചോദിക്കും. അപ്പൊ ഇതാണല്ലേ നീലകണ്ഠൻ. അപ്പൊ എന്റെ മുമ്പിലാണല്ലേ ഇനി പല്ല് വന്നിട്ടേ വരുവുള്ളൂ എന്നുള്ള ആ ദൃഢപ്രതിജ്ഞ എടുത്തതല്ലേ? അത് ശരി. അപ്പൊ ഇപ്പൊ ആ പിണക്കമെല്ലാം മാറി പല്ല് വരുകയും ചെയ്തു, ഗംഭീരമായിട്ട് വന്ന് ചെയ്യുകയും ചെയ്തു. അല്ല, ഇക്ക പറയുന്നു ഒരു പല്ല് ഇളകുന്നുണ്ട്, മറ്റേ സിസ്റ്ററിന് ഒരു പല്ല് ആടുന്നുണ്ട്. മീനാക്ഷി എന്തായാലും ക്യൂട്ട് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ കൊടുത്തല്ലോ. അത്രയും ക്യൂട്ടാന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ലേ? അയ്യടാ, സൂപ്പർ ആയിരുന്നു. ആ സ്റ്റാൻഡപ്പും തിളങ്ങി, മൊത്തത്തിൽ തിളങ്ങി നിൽക്കുക, ഉടുപ്പും തിളങ്ങിയിട്ടുണ്ട്. ആളും ഷൈൻ ചെയ്തു, ഡ്രസ്സും ഷൈൻ ചെയ്തു, മൊത്തത്തിൽ ഷൈനിങ്. അടിപൊളി. അതിനിടയ്ക്ക് ഒരു പാട്ട് പാടി ഡാൻസ് ചെയ്തു. മീനാക്ഷി ഞാൻ നോക്കുമ്പോ കഷ്ടപ്പെടുവായിരുന്നു സ്റ്റെപ്പ് ഇടാനായിട്ട്. അതിനൊപ്പം എന്തിനാ ടഫ് സ്റ്റെപ്പ് ആയിരുന്നു? ആര് പഠിപ്പിച്ചത്? ഈ സ്റ്റെപ്പൊക്കെ ആരിട്ട് തന്നത്? അതങ്ങനെ കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മുമ്മനെയൊക്കെ കൊണ്ടുവന്നില്ലേ? അമ്മുമ്മ വന്നിട്ടുണ്ടോ? ഇപ്പഴും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഈ വോയിസ് മെസ്സേജ് മാറ്റിയേക്കുന്ന അമ്മയാണോ വന്നത്? വോയിസ് മെസ്സേജ് മാറ്റിയേക്കുന്ന അമ്മയാണോ വന്നത്? എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? അതൊന്ന് ചോദിക്കട്ടെ. നന്നായി പോകുന്നു. ഇപ്പൊ 4ാം ക്ലാസ്സിലേക്കാ. ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? മലയാളം.
മലയാളം അല്ലേ? ഓ സൂപ്പർ. അങ്ങനെ അധികം കുട്ടികൾ അങ്ങനെ മലയാള ഭാഷ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പൊ അതിനൊരു സ്പെഷ്യൽ കൈയടി. ഇവാനിയ നമ്മളെ ഫ്ലോറിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വന്നാക്കണ ഇവാനിയ കുട്ടിയാണെന്ന് തോന്നുന്നത്. അത് അടിപൊളിയായിട്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് ഇവാനി കുട്ടി വരുന്നത്. അപ്പൊ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇനോഗ്രേഷനോ പള്ളിയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അല്ല, പള്ളിയിൽ നിന്ന് കിട്ടിയത് എന്താണ്? പള്ളിയിൽ നിന്ന് എന്തായിരുന്നു ഒരു അനുമോദനം. അപ്പൊ അതിന് മൊമെന്റോ ഒക്കെ കിട്ടിയില്ലേ? ട്രോഫി. പിന്നെ സ്കൂളിൽ നിന്ന് എന്ത് കിട്ടി? എന്റെ ബർത്ത്ഡേക്ക് സ്റ്റാൻഡപ്പ് എനിക്ക് അത് ഇതാക്കാനുള്ളത് കിട്ടി, പ്രസന്റ് ചെയ്യാൻ പറ്റി. അല്ലാതെ അവിടെ നിന്ന് എന്താ ഉപഹാരം കിട്ടിയത്? ട്രോഫി അല്ലാതെ വേറെ എന്തോ കിട്ടിയിട്ടുണ്ട്? ക്യാഷ് പ്രൈസ്. പിന്നെ ഫ്ലവേഴ്സിൽ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ച് അടിപൊളിയാക്കി ഞങ്ങളുടെ കുട്ടി എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹന സമ്മാനം കൊടുത്തു. ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട് ഇതിന്റെ, ഈ ഒരു ചാനലിന്റെ ഓഡീഷൻ അവിടെ നടക്കുന്നുണ്ട് അടുത്ത്. അപ്പൊ ഓഡീഷന് പോയിരുന്നോ? പിന്നെ ആണല്ലോ. അല്ല, ഇവിടെ ഓഡീഷൻ വേണ്ട. പല്ല് വരുവാ, അകം വരുവാ, മുടി വെട്ടുവാ, എന്റെ ദൈവമേ, കൊള്ളാം. അത് മാത്രമല്ല, ഇനി അവിടെ നിന്ന് ആരെങ്കിലും കൂടെ വരുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. സീനിയർ മെമ്പർ അല്ലേ. അത് മാത്രമല്ല, ശപഥം ചെയ്ത് പല്ല് പറഞ്ഞിട്ട് പല്ല് വന്നിട്ടേ വരൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള ആളാണ്. ആ ചരിത്ര വനിതയുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം അവര് വരാൻ. ഞാനേ ചരിത്ര വനിത ഇവിടെ സ്റ്റാൻഡ് പറഞ്ഞപ്പോ അങ്കിളിന് പോലീസ് ആണെന്നൊക്കെ കുഞ്ഞു പേരല്ലൊന്ന് നോക്ക്. അയ്യോടാ, ഉടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട്. നല്ല അടിപൊളി സ്റ്റാൻഡപ്പ് ആയിരുന്നു. അവിടെ അങ്കിൾമാരെല്ലാരും ഹാപ്പിയാണ്. ഓഡിയൻസ് ഹാപ്പി അല്ലേ? അപ്പൊ ഇനി വരുമോ ഇങ്ങോട്ട്? അപ്പൊ കുഞ്ഞാ, ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി പല്ല് പോവാനും വരാനൊന്നും നിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ മിസ് ചെയ്യുമ്പോ ഇങ്ങനെ പോരണം കേട്ടോ. അമ്മയെടുത്ത് അന്വേഷണം പറയണം കേട്ടോ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തതായിട്ടൊരു ഗംഭീര സ്കിറ്റുമായി എത്തുന്നു നമ്മുടെ സ്വന്തം സൂര്യശ്രീ ചേച്ചി, ശ്രീജ ചേട്ടൻ ആൻഡ് അനീഷ് പാപ്പാൽ ചേട്ടൻ. എന്ത് വിധീത്, വല്ലാത്ത ചതീത്. ഹലോ ഹലോ അളിയാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആളിയാ നാടകമൊന്നുമില്ലടേ അത്. അളിയ അങ്ങനെ പറയല്ലേ അളിയാ. എടാ, അവള് നീ പറയുന്ന പോലെ നിന്റെ അടുത്ത് വലിയ താല്പര്യം കാണിക്കുന്നില്ല. അവൾ എന്തോ പറയുന്നേ ഇപ്പൊ? എടാ, അവളെ കൺസെപ്റ്റുള്ള ആണെന്നും അല്ല നീ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവള് അത് ശരിയാവൂല. നീ അത്രത്തോളൊന്നും ഇല്ലടാ എന്ന് പറഞ്ഞ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടം അളിയാ. എടാ, ഞാൻ എങ്ങനെയും പറഞ്ഞു അവള് നിന്നെ ഒന്ന് കാണാൻ വരും, എന്തൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നേരെ നടക്കും എനിക്കറിയില്ല. ഇത് ഹലോ, ആടി ഞാനിങ്ങ് എത്തിയടി. ഓ ഇല്ല, അതെന്ന് നോ പറയും. ഇത് എത്രയൊന്നും പറഞ്ഞിട്ടാ നമ്മളിങ്ങനെ. ഇല്ല, ഞാനിപ്പോ നമ്മുടെ പാർക്കിലെത്തിയേ. മറ്റേ വേസ്റ്റ് ഒക്കെ ഇടത്തില്ലേ, മറ്റേ ബെഞ്ചിന്റെ അറ്റത്തൊരു പ്രതിമ വെച്ചേക്കത്തില്ല, അതിന്റെ അടുത്തായിട്ട്. അയ്യോ അല്ലടി, അവിടെ ആളുണ്ട്, വിളിക്കാം. ശരി. ഷാലൈ, ഹിന്ദി പടമല്ലേ? അയ്യോ അത് ഷോലേ. സുധി, ഹായ് സുധി, സുഖമാണോ? കഴിച്ചോ? എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ പരിപാടി? ഇത് പ്രതികാരം ചെയ്യാൻ വന്നതാ. ഇതേപോലെ ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്, അതേപോലെ എന്റെ അടുത്ത് റിപ്ലൈ ചെയ്തോണ്ടിരിക്കുക. അതല്ലേ സത്യം? അല്ല സുധിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. എന്നാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെനിക്കറിയാം. ഒന്നും ഇനി എന്റെ പിറകെ നടക്കരുതെന്നും ഇനി എനിക്ക് കാണണ്ട, അതൊക്കെയല്ലേ പറയാൻ പോകുന്നു. സത്യമായിട്ട് സുധി കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. നമ്മൾ ശരിയാവത്തില്ല സുധി. 5 വയ്ക്കോ, എനിക്കെന്താ. ഇതിനു മുമ്പ് സുധി പല പെമ്പിള്ളേരെ നോക്കിയിട്ടുണ്ട്. ആരും വീണിട്ടില്ല എന്ന് മാത്രമല്ല, എന്റെ അടുത്ത് നോ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിട്ടില്ല. പിന്നെയാണ് 5 പോകുമ്പം സുധി കല്യാണൊക്കെ കൂടെ കല്യാണൊക്കെ അറിയാമോ? അപ്പൊ സുധിക്ക് കാര്യം മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ പോട്ടെ. പോവല്ലേ അഞ്ചു, പോവല്ലേ അഞ്ചു, പ്ലീസ് അഞ്ചു, ഒരെണ്ണം പറ അഞ്ചു. നാണുണ്ടോ ഇങ്ങനെ പെമ്പിള്ളേരെ കാര്യം വീഴാനുണ്ട്? എനിക്ക് പറ്റൂല. എന്റെ സുധി, ഞാൻ പറയുന്ന കാര്യം ഒന്ന് മനസ്സിലാക്ക്. എന്താ മനസ്സിലാക്കും? നമ്മൾ തമ്മിൽ സെറ്റ് ആവത്തില്ല. സിമന്റും മണലും കണക്ക് നമ്മൾ സെറ്റ് ആവും, കോൺക്രീറ്റ് കണക്ക്. അതല്ലെന്ന്, പിന്നെ നമ്മൾ ഫാമിലി പരമായിട്ട് സെറ്റ് ആവത്തില്ല. എന്താ കുഴപ്പമൊന്ന് പറ.
എനിക്കൊരു അച്ഛനും അമ്മയുണ്ട്. എനിക്കുണ്ട് അച്ഛനും അമ്മയും, അതാണ് കുഴപ്പം. അതല്ലെന്ന്, എനിക്കൊരു 2 ചേട്ടന്മാരുണ്ട്. എനിക്കൊരു ചേട്ടനും ഒരു ചേച്ചിയുണ്ട്, അതാണ് കുഴപ്പം. അതല്ല, എന്റെ ഒരു ചേട്ടൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. എന്റെ മൂത്ത ചേച്ചി അമേരിക്ക സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അല്ല, അമരവിളെ സോപ്പ് കമ്പനി പോണം. അത് എടോ, എന്റെ ഒരു 2ാമത്തെ ചേട്ടന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലയോ? ചേട്ടനാണെങ്കിൽ അബുദാബിയിൽ മറ്റേ ഷേഖിന്റെ അണ്ടറിലാ ജോലി ചെയ്യുന്നത്. എന്റെ മൂത്ത ചേട്ടൻ സൗദാമിനെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അതിന് വലിയ വിഴുതൊന്നുമില്ലല്ലോ. എന്റെ ദൈവമേ, എന്റെ സുധി, ഞാൻ പറയുന്ന മനസ്സിലാക്ക്. തനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടോ? ഉണ്ട്, ആര് വന്നാലും കീറി വിടും ഞാൻ. ഉണ്ടയാണോ? തിയേറ്റർ ടിക്കറ്റ് ഇറക്കും, അതൊരു ജോലിയല്ലേ? ജോലിയാണോ? ഞാൻ പറയട്ടെ, നമുക്ക് ജീവിക്കാനുള്ള വഴി വേണോന്ന്. അതുപോലെ ഇത് ശരിയാവത്തില്ലടോ. എനിക്കാണെങ്കിൽ കുറെ ആഗ്രഹങ്ങളുണ്ട്, കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കല്യാണത്തിന്. കണ്ടീഷൻ എന്ന് പറയാം. ഞാൻ കൂട്ടുകാരനെ വിളിച്ചു, അവനും പറഞ്ഞു നിനക്ക് എന്തോ കണ്ടീഷൻ ഉണ്ടെന്ന്. എന്താണ് നിന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് അത് അറിയാൻ പറ്റും. കൂട്ടുകാരനൊന്നും പറഞ്ഞില്ലായിരുന്നോ? കൂട്ടുകാരൻ പറയുകയൊക്കെ ചെയ്ത്, അത് എനിക്ക് നിന്റെ വായിൽ തന്നെ അറിയണം. പക്ഷെ എടോ, ഞാനാണെങ്കിലേ ഞങ്ങൾ ഈ അച്ഛനും ആങ്ങളെ എല്ലാം കൂടെ ചേർന്നിട്ട് ഈ കുഞ്ഞിലേ തൊട്ടേ ഞാൻ ഈ ജാക്കിച്ചാന്റെ ഇടിപ്പടം കണ്ട് വളർന്ന ഒരു കുട്ടിയാ ഞാൻ ഒരാളെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കരാട്ടക്കാരനെ മാത്രമായിരിക്കും. അതെന്തിനാ അങ്ങനെയൊക്കെയുള്ള ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ വിചാരിച്ചു വെക്കുന്നത്? അയ്യോ, എന്നാ വെച്ചാൽ നമ്മൾ പെൺപിള്ളേർ ഇങ്ങനെ പോകുമ്പോ ഒരു ഭർത്താവുമായിട്ട് പോകുന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴേ അവര് ഇടപെടണം. അതെന്താ നിനക്ക് പഠിച്ചിട്ട് ഭർത്താവിനെ രക്ഷിച്ചൂടെ? അങ്ങനെ പറ്റത്തില്ല. ഭർത്താവ് വേണം ഭാര്യമാരെ രക്ഷിക്കാനായിട്ട്. അവര് പഠിക്കണം. അങ്ങനെ ഒരാളെ മാത്രം ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എനിക്കിത് പറ്റൂല. എനിക്ക് പ്ലീസ് എന്നെ ഒന്നും ഇഷ്ടമാണെന്ന് പറ. അങ്ങനെ പറയാൻ പറ്റത്തില്ല സുധി. ഉറപ്പാണ്? ഉറപ്പാ സുധി, പറ്റൂല്ലാത്തോണ്ടാ. എനിക്കറിയാം നീ ഇത് പറയുന്നു. നീ വിളിച്ചു പറഞ്ഞ എന്റെ കൂട്ടുകാരല്ലേ, അവൻ എന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിനക്ക് ജാക്കി ചായന്റെ പടം കണ്ട് അങ്ങനെ ഒരു കരാട്ടക്കാരനെ നീ കെട്ടുള്ളൂന്നും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ അടുത്ത് സംസാരിച്ചത്. അറിയാമോ? നിനക്ക് അറിഞ്ഞുകൊണ്ടൊരു സത്യം ഞാൻ പറഞ്ഞുതരാം. 2017-18 ജപ്പാനിൽ നടന്ന ഫൈറ്റ് മത്സരത്തിൽ കരാട്ടയിൽ ഇന്ത്യയെ നയിച്ചത് ഞാനാ. സത്യം. പിന്നെ 12 പേര് ഘോഷയാത്ര കിടക്കുന്ന അടി ഉണ്ടാക്കിയപ്പോ ഉപ്പൂറ്റ് കറക്കി 12 അടിച്ചിട്ടതും ഈ ഞാനാ. അമ്പലത്തിന്റെ മുമ്പിൽ കരകാട്ടം കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്നാ എന്റെ കരാട്ട ഉണ്ട്. നീ പറയുന്ന നുണയാൻ തോന്നുന്നു. എനിക്ക് വിശ്വാസം വരുന്നില്ല. വിശ്വാസമില്ലേ? തെളിവ് സഹിതമാണ് ഞാൻ വന്നിരിക്കുന്നത്. തെളിവ് സഹിതം. തെളിവെന്ന് പറഞ്ഞാൽ ഇന്ന് നിനക്ക് ഞാൻ തെളിവ് ഞാൻ തരും. ഞാൻ വേണ്ടാന്ന് വെച്ചപ്പോഴേ നിനക്ക് എന്നെ ഒരു വിലയില്ല. ഇനി ഇതിൽ കൂടുതൽ തെളിവ് വേണോ നിനക്ക്? കരാട്ടെ ട്രസ്റ്റ് ഇതിലും വലിയ തെളിവ് വേണോ? പക്ഷെ എനിക്ക് വിശ്വാസം വരുന്നില്ല സുധി. വരുന്നില്ല? എനിക്കറിയാം. വീണ്ടും ഉണ്ട് തെളിവ്. കാണടി ഓട്. എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ അത്തുതരം ഉൾപ്പെടെ ഞാൻ എടുത്തോണ്ട് വെച്ചേക്കുന്ന സാധനം എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. എന്റെ ദൈവമേ, ഞാൻ ഇത്രയും ഇത് പഠിച്ചിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. പഠിക്കണം നീ. ഇപ്പൊ എന്നെ നിനക്കൊരു വില വന്നില്ലേ? അതാണ്. ശരിക്കും നീ ഇത് പഠിച്ചിട്ടുണ്ടോ? നീ എന്നോട് ക്ഷമിക്കണം സുധി. സത്യമായിട്ടും പഠിച്ചിട്ടുണ്ട്. വിശ്വാസമില്ലേ? ഇല്ല, പക്ഷെ ഞാൻ നിന്നെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ചിങ്കാനി ചുക്കോ? മനസ്സിലായില്ല. ആവർത്തിക്കരുത്. അപ്പൊ നീ എന്നോട് ക്ഷമിക്കണേ. നീ എന്നോട് ക്ഷമിക്കണം. മനസ്സിലായില്ല. ഞാൻ വിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ തമ്മിൽ ഒരു കുഴപ്പമില്ലല്ലേ? ഒരു പ്രശ്നമില്ല. അതെ, അവിടെ വെച്ചിട്ട് അയാളെ ഇടിച്ചെന്ന് പറഞ്ഞില്ലേ? ശരിക്കും ഇടി കൊടുത്തോ? വിശ്വാസമില്ലല്ലേ? ശരി, ഇടി കൊടുത്തോന്ന് ഒരു ഇലക്ഷൻ സമയത്താണ് ഇടിച്ചത്. ഇടിച്ചവന്റെ മൂക്കിന്റെ പാലം പോയിട്ട് 3 മാസം പാലമല്ല നടന്നത്. പുതിയ ആൾക്കാർ ഭരണത്തിൽ കയറിയല്ലേ പാലത്തിന് പെർമിഷൻ കൊടുക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇടിച്ച് റെഡിയായി കളഞ്ഞു. പിന്നെ എന്റെ ദൈവം, എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരാളെ ദൈവം എനിക്ക് അങ്ങനെയാണ്. അതങ്ങനെ വരൂ. അങ്ങനെ നമുക്ക് ഞാൻ പിന്നെ പറയാത്തെന്ന് പറയുമ്പോ നിനക്കൊരു സർപ്രൈസ്. ശരിക്കും? പിന്നെ സുധീത് ആദ്യമേ പറഞ്ഞെങ്കിൽ ഞാൻ ഇഷ്ടമാണെന്ന് അപ്പോഴേ പറഞ്ഞു. പോകുന്ന ഏതുവരെ പോകുന്നേ നോക്കിയിട്ടല്ലേ ഞാൻ നിൽക്കത്തുള്ളൂ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ സന്തോഷത്തിന് നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ? ഐസ്ക്രീം ശരിക്കും കരോട്ടക്കാർ കഴിക്കാൻ പാടില്ലെന്നാണ്. ഫൈറ്റ് സമയത്ത് അസ്ഥികൾ കയറി കോച്ചും. പിന്നെ എന്നാൽ ഇപ്പോഴത്തെ ഒരു സന്തോഷത്തിന് നമുക്ക് ഒരെണ്ണം കഴിച്ചാലോ? അത്ര നിർബന്ധമാണെങ്കിൽ വുഡ്ബി പോയി ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് പോയിട്ട് വാ. എന്താ പേര്? എന്റെ പേര് അഞ്ജു. ഞാൻ സുധി. അഞ്ജുവിന്റെ സുധി. വാങ്ങിച്ചിട്ട് വരാവേ. എന്തുവാടോ കാണിച്ചേ? താൻ എന്തോ കാണിച്ചേ ഇപ്പൊ? താൻ എന്താ ഇപ്പൊ കാണിച്ചിട്ട് പോയേ? അത് കുട്ടി തറിയെ തട്ടി മൊബൈൽ നോക്കണം, സൂക്ഷിക്കണം. തട്ടിയോ? ചെറിയൊരു തട്ടിലാണോ? ഒരു പെങ്കൊച്ചിനെ ഇടിച്ചിട്ടല്ലേ താൻ പോയത്? കുട്ടിയല്ലേ മൊബൈൽ നോക്കണം. ഞാൻ കറക്റ്റ് ആയിട്ട് വന്ന്. എടാ, ഞാൻ മൊബൈൽ നോക്കിയെങ്കിൽ തന്റെ മുഖത്ത് കണ്ണില്ല. താൻ റോഡ് നോക്കി നടക്കണമായിരുന്നു. ഞാൻ റോഡ് നോക്കിയാണ് നടന്നത്. കുട്ടി മൊബൈൽ നോക്കി എന്തോ ശ്രദ്ധിക്കാൻ നടന്നത്. അങ്ങനെ തട്ടിയതാ. സോറി പറ. അരെ സോറി പറ. ഞാന് പിന്നല്ല ഞാനോ? താനല്ലേ എന്റെ മേത്ത് വന്ന് തട്ടിയത്? സോറി പറയാ. എനിക്ക് സോറി പറയാൻ പറ്റില്ല. ഒരു പബ്ലിക് പ്ലേസിൽ ഒരു പെങ്കൊച്ചിന്റെ ദേഹത്ത് തട്ടി സോറി പറഞ്ഞിട്ട് താൻ പോയാൽ മതി. സോറി പറഞ്ഞിട്ട് താൻ പോയാൽ മതി. സോറി പറയുന്നില്ല. സോറി പറയടോ. സോറി പറയടോ. സോറി പറയില്ല. സോറി. ജാക്കിച്ചാന്റെ പടം പണ്ട് തൊട്ട് കണ്ട് കരാട്ടെ പഠിച്ചോണ്ടിരുന്ന പെണ്ണാ ഞാന്. സോറി പറയടോ. വേണ്ടാന്ന് വെക്കുമ്പോ
എന്താ പ്രശ്നം? അവൻ എന്റെ ദേഹത്തൊന്ന് ഇടിച്ച്. അവനോ? മനഃപൂർവ്വം. എന്താ എന്ത് നീ അവളെ ദേഹത്ത് നിന്ന് തട്ടിയെന്നോ? ഓ തൽക്കാലം വിട്ടിരിക്കുന്നു. പോ പോ പോ. എന്താണ് എന്ത് നമ്മുടെ തമ്മിൽ പ്രശ്നം? നീ ആര് ചോദിക്കാൻ? എന്റെ കുട്ടി. അത് ആ പറഞ്ഞത് ഉഡ്ബി ഉഡ്ബിക്ക് ഇരിക്കട്ടെ ഫസ്റ്റ് ഒരെണ്ണം. അയ്യോ എന്റെ സുധി. സുധി ഈ തിരിച്ചടിക്ക് സുധി. സിനിമ കണ്ടിട്ടില്ലല്ലേ? ആദ്യം നായകന്മാർ അടികൊള്ളും, പിന്നെ വീഴും. രക്തം ചിന്തിന് ശേഷം മാത്രം അവസാനമാണ് നായകന്റെ ഫൈറ്റ്. ഡയലോഗ് പറയാതെ അടിക്ക് സുധി. നിക്ക് ഏതുവരെ പോകും നോക്കട്ടെ. അടിക്ക് സുധി. നല്ല സൈസ് ഉണ്ടല്ലോ അവൻ. നീ എന്നെ അടിച്ചു, ഞാനത് ക്ഷമിച്ചു. ഇതിവിടെ തീർന്നു. ഓക്കെയോ? വെറുതെ വേണ്ട. എന്താണ് അയ്യോ സുധി. ഇരി. പറ. എഴുന്നേക്ക് സുധി. ഇരിക്കാം. എനിക്ക് അവനെ പോയിട്ട്. ഇരിക്കാം. നീ കരാട്ടെ പഠിച്ചല്ലേ? പഠിച്ചു. എഴുന്നേക്ക്. എഴുന്നേക്ക്. നമ്മള് വിചാരിക്കും പോലെ അല്ല ഇത്. പെട്ടെന്ന് എടുത്തു വെച്ച് അങ്ങനെ അടിക്കാൻ പറ്റൂല. ആദ്യം ക്ഷമ വേണം. ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ട് ആ പല എടുത്താണ് അടി. എടുത്ത് അടിക്ക് സുധി. അവനെ പോയി അടിക്കാൻ. വെയിറ്റ് ചെയ്യ്, പറയാം. നീ ഒന്ന് അങ്ങോട്ട് മാറിയില്ല, സംസാരിക്കാം. ആദ്യം ഒന്ന് വിരട്ടി നോക്കാം. സംഭവം നടക്കും. നീ വിരട്ടി നോക്കട്ടെ ആദ്യം. നീ അവിടെ നില്ല്. കഷ്ടപ്പെട്ട് വളർത്തെടുത്തതാ. ഡമ്മി ഓടാ പൊട്ടിച്ച് കാണിച്ചു കൊടുത്തത്, ഒറിജിനൽ അല്ല. അതുകൊണ്ട് വിട്ടേക്കണം എന്നെ മര്യാദയ്ക്ക്. നിനക്ക് എന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ സ്ഥലം പറ, അവിടെ ഞാൻ വരാം. വെട്ടുകയോ കുത്തുകയോ എന്താന്ന് വെച്ചാ. എന്തിന്? പേര് വുഡ്ബി. വുഡ്ബിയുടെ മുന്നിലിട്ട് എന്നെ ഇട്ടുകള. നാളെ രാവിലെ ദുബായിക്ക് പോകും. പിന്നെ സമയം കിട്ടില്ല, അതുകൊണ്ടാണ്. അതൊക്കെ ആഴ്ചടി തന്നെ പോയി. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ഞാൻ ചോറ് വാരി കൊടുക്കാൻ പോവല്ല, അടിക്കാൻ പോവേണ്. ഇങ്ങനെ പിടിച്ച് ഇഞ്ചാറ് വാരി കൊടുക്കാൻ എനിക്കറിയാം. വീണ് കിടക്കുന്ന ഒരു അടിക്കരുത്. നിന്റെ അച്ഛൻ നിന്നെ പഠിപ്പിച്ചില്ലേ? പറഞ്ഞിട്ടില്ല. എന്തൊരു അച്ഛനാണ് ഞാൻ കിടന്ന് പട്ടി അടികൊള്ളുമ്പോൾ അടികൊള്ളുമായിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, അവസാന ചാൻസ് ആണ്. അവസാന ചാൻസ് ആണ്. എന്നെ വിട്ടേര്. അതാണ് നിനക്ക് വാച്ചു എന്തെങ്കിലും കാര്യം പറഞ്ഞു. അത് വാച്ചു. അയ്യോ അയ്യോ സുധി 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 ഇടിക്ക് സുധി. തിരിച്ചടിക്ക് സുധി. എന്റെ അമ്മ ശരിക്കും നിങ്ങൾ കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? കരാട്ടെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആവശ്യമുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ അവിടെ ഫീസ് കൊടുക്കാൻ മാത്രമാണ് ഇങ്ങനെ ഉപയോഗിച്ചത്. അയ്യോ അവസാനമായിട്ട് പറയണം, എനിക്ക് നിന്നെ ഒരു ഇടി ഇടിക്കാൻ പറ്റും. നാണമില്ലല്ലോ വല്ലവർ ഇടിയും കൊണ്ടോണ്ട് നിൽക്കാൻ. ഞാൻ ഇങ്ങനെ ഒരാളെയല്ല ആഗ്രഹിച്ചത്. എനിക്ക് സൗകര്യമില്ല. സുധി അവിടെ കിടന്നു, ഞാൻ പോണു. സമയത്ത് നടക്കാൻ തോന്നി എന്തോ പറയാ. സോറി അനിയ. ഛർദിക്കാൻ മാത്രമേ മുട്ടുന്നുള്ളൂ. ഞാൻ സോറി അനിയെന്നാ പറഞ്ഞത്. ഓ സോറി പറ. എനിക്കുണ്ട് ഇതുപോലെ പ്രണയം. അവക്കും ഈ കരാട്ടൊക്കെ പഠിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഇതുപോലെ നിന്ന് അടി വാങ്ങിച്ചാണ് പഠിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചതല്ല. എന്നെ ഒന്ന് പ്രേമിച്ച് പഠിച്ചിട്ട് പോയി പെണ്ണേന്നറിയാമോ? ഇപ്പൊ അങ്ങോട്ട് പോയ അവളാ. ഓ അപ്പൊ നീ ഉറപ്പായിട്ടും കരാട്ട പഠിക്കും. ഈ സിനിമയൊക്കെ കണ്ടു കഴിയുമ്പോഴേ ഈ നായകൻ വില്ലന്റെ കയ്യിൽ നിന്ന് കുറെ അടി വാങ്ങുമ്പോൾ നായകൻ ഒരു അടിയെങ്കിലും തിരിച്ചടിച്ചെങ്കിൽ എന്ന് നമുക്കൊരു ഫീലിംഗ് വരില്ലേ? അതേപോലെ ഒരു ഫീലിംഗ് വന്നു ഈ സ്കിറ്റ് കണ്ടപ്പോൾ. എന്തായാലും സ്കിറ്റിന്റെ അഭിപ്രായം നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരുടെ അടുത്ത് ചോദിക്കാം. അമ്പിച്ചിക്കോട്ടൻ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? ശ്രീജു, അനീഷ്, സൂര്യശ്രീ നന്നായിരുന്നു കേട്ടോ. ചിരിക്കാനുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എലമെന്റുകൾ കൊണ്ടുവന്നിട്ട് അത് വലുതാക്കി കാണിച്ച് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതിൽ എനിക്ക് തോന്നുന്നത് ഗംഭീരമായിട്ടുണ്ട്.
കാരണം പുള്ളി സെറ്റ് ചെയ്ത് വെച്ചാക്കണേണ് ഇവിടെ പാർക്കിൽ ഓട് അങ്ങനെ പ്രേമിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണണം. നമ്മൾ ലവ് കാര്യങ്ങളൊക്കെ തുറന്നു പറയും, ഇപ്പം മെസ്സേജൊക്കെ എടുക്കുമെങ്കിലും ഈ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടേ, കരാട്ട കാണിക്കാൻ വേണ്ടി അപ്പൂപ്പൻ്റെ അസ്ഥി ഓട് ആ ഒരു 3 ഓടുണ്ടാവും ഇങ്ങനെ വെക്കണത്, അതെടുത്തോണ്ടും വന്നിട്ട് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ കരാട്ടയിലേക്ക് വരുന്നത് നന്നായിരുന്നു. പിന്നെ നമ്മുടെ അനീഷ് വന്നിട്ട് ആ ഇടി ഗംഭീര ഇടിയായിരുന്നു കേട്ടോ. ഞാൻ കരുതി ക്ലൈമാക്സ് ഒരു ഇടിയെങ്കിലും ഇടിച്ചിട്ട് കല്യാണം കഴിക്കും അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇത് ഈ ക്ലൈമാക്സ് ആയിരുന്നു നല്ലത്. കാരണം ഇയാൾക്കും ഇതേ അനുഭവമുള്ള ആളാണേ. അപ്പോൾ നമ്മുടെ ആ പ്രഡിക്ഷൻ അതങ്ങ് പോയിരുന്നു. പക്ഷേ നല്ല ക്ലൈമാക്സ് ആയിരുന്നു, ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സമയം കുറച്ച് ചുരുങ്ങിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ വേറെ ഒരു ലെവലിൽ പോയേനെ സ്കിറ്റ്. ഉള്ളത് നന്നായിട്ടുണ്ടായിരുന്നു, ക്ലൈമാക്സ് ഉൾപ്പെടെ 3 പേരും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ചേട്ടാ. പക്രു ചേട്ടാ, ശ്രീജു, ഈ കോസ്റ്റ്യൂമേ, ഈ യൂണിഫോം സെറ്റ് ചെയ്ത് അറിയാതെ വന്നതാണോ അതോ ഇങ്ങനെ കിട്ടിയതാണോ? ഇതിൽ തന്നെ ഉണ്ടോ ഉടായ്പ്? കാരണം ഇത് എവിടെയൊക്കെയോ തുണി വലിച്ചു കെട്ടി സെറ്റ് ചെയ്ത് പുള്ളി സാധാരണ ഈ ഡ്രസ്സും വെച്ചിട്ട് ചൂരലിന് അടിയിട്ടുന്ന ഒരാളെ ഞാൻ ആദ്യം. അപ്പൊ ഇത് സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ ഒന്നിൽ വളരെ മെലിഞ്ഞൊരാൾ, ക്ഷീണിച്ചിട്ട് തീർത്ത് വയ്യാത്ത, അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ഒരാൾ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഈ റെഡിയായിട്ടൊക്കെ വന്നിട്ട് കുറേ സ്ലാപ്സ്റ്റിക് സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള സ്കിറ്റുകളിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ശ്രീജുവിനെ പോലെ തന്നെയുള്ള ഒരു യോഗ്യനായിട്ട് വേണ്ടി വന്നാൽ ഒന്നിടിക്കണമെങ്കിൽ ഇടിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരാൾ നിന്നിട്ട് അങ്ങനെ ഹ്യൂമർ ചെയ്ത് പ്രതിഫലിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നിങ്ങളുടെ ഒരു 1 മാൻ ഷോ എന്ന് പറയുന്നത് നിങ്ങളുടെ ആർട്ടിസ്റ്റിൻ്റെ ഒരു കഴിവാണ്. കാരണം നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ബോഡിയെ പരുവപ്പെടുത്തിയെടുക്കുക, എങ്കിലേ നമുക്ക് ആ ഒരു ഫീൽ വരുള്ളൂ. ഇപ്പം മീനാക്ഷി ആദ്യം പറഞ്ഞില്ലേ ഒരു ഇടി ഇടിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കണ്ണിൽ അത് നിങ്ങളൊരു നായകനായിട്ട് കാണുക. ആ പ്രേമം ഒന്ന് നന്നായിരുന്നെങ്കിൽ ഒരു ഇടിയെങ്കിലും ഇടിച്ചിട്ട് അയാളെ തോൽപ്പിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു വിജയമാണത് ആ ഒരു ഏരിയയിൽ. പിന്നെ ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഒരേ ഒരു സാധനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പശുവിനെ കുറ്റി അടിച്ചേക്കുന്ന പോലെ അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. അതങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ആ രീതിയിലെല്ലാം കുറേ നല്ല തമാശകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സൂര്യശ്രീ എല്ലാ തവണ വരുന്ന പോലെ തന്നെ ആ കഥാപാത്രം നന്നാക്കി. അനീഷിന് പറ്റുന്ന തരത്തിൽ വരുന്നു, പണിയെടുക്കുന്നു, മാറി നിൽക്കുന്നു, ഒന്നുമില്ല. അതൊക്കെ വളരെ രസമായിട്ട് തന്നെ ഇവർ അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ. നല്ല വൃത്തിയുള്ളൊരു സ്കിറ്റായിരുന്നു. കുറച്ചേ ഉള്ളെങ്കിലും ആ ഉള്ളത് നിങ്ങൾ മനോഹരമാക്കി എന്നുള്ളതാണ്. ആർഭാടമായിട്ട് ചിരിക്കാനുള്ള ഇല്ല, പക്ഷെ നമുക്ക് ബോറിങ് വരാത്ത രീതിയിൽ നിങ്ങൾ പ്ലേ ചെയ്ത് കൊണ്ടുപോയി 3 പേരും. ഇച്ചിരിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചിരിക്കാമായിരുന്നു, കുറച്ചുകൂടെ നിങ്ങൾക്ക് തുകയും കൂടിയേനെ. ആ കയറ്റുന്ന അത്രയും നമുക്ക് ചിരിയായിരിക്കണം, അപ്പോഴാണ് നമ്മുടെ ബാക്കിൽ വരുന്ന എമൗണ്ടിൻ്റെ വാല്യൂ കൂടുന്നത്. അപ്പോൾ ഇത് ഉള്ളത് നല്ല രസമായിരുന്നു, വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്തു. ആ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ഉണ്ടല്ലോ, അത് ഉഗ്രനായിരുന്നു. പ്രതീക്ഷിക്കാത്തൊരു ബ്രില്യൻസ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ചെറിയ സ്കിറ്റ് ആണെങ്കിലും നമ്മുടെ കാര്യക്കാർക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം നസീർക്ക് എടുത്ത് ചോദിക്കാം, എത്ര മാർക്ക് നൽകുന്നു? ഞാനൊരു 15,000 രൂപ കൊടുക്കും. 15,000. ഓക്കെ. ബിജുക്കുട്ടൻ ചേട്ടാ? ഞാനും അത്ര തന്നെ, 15,000. 30,000 രൂപ ഇപ്പൊ ടോട്ടൽ ആയിട്ടുണ്ട്. ഫൈനൽ നമുക്ക് അജേട്ടൻ അവിടെ വിടുന്നതായിരിക്കും, നമുക്ക് തിരിഞ്ഞു നിൽക്കാം അല്ലേ? ഓക്കെ. 50,000 രൂപയാണ് ഈ ഒരു സ്കിറ്റ് നേടിയിരിക്കുന്നത്. എന്താ അനീഷേട്ടാ? ഓക്കെ. അപ്പം നല്ല കൗണ്ടേഴ്സ് ആയിരുന്നു ചെറിയ സ്കിറ്റ് ആണെങ്കിൽ. അപ്പൊ അടുത്ത തവണ ഇതേപോലെ നല്ല ഇടിവെട്ട് കൗണ്ടേഴ്സും ഇച്ചിരി വലിയ സ്കിറ്റ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചേരം ആസ്വദിക്കട്ടെ അല്ലേ? താങ്ക് യു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡ് ഇതിലും അടിപൊളിയാക്കാം. അപ്പൊ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും till then, this is me Meenakshi Sudhi signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.